ശാന്തമായിട്ടിരിക്കാം. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങൾ. എന്നാൽ ആരെങ്കിലും കർത്താവിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം നീക്കപ്പെടുന്നു. കർത്താവ് ആത്മാവാണ്. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. വലതുകരമുയർത്തി വീശിക്കൊണ്ട് കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഇരുകരങ്ങളും ഉയർത്തി ശിരസ്സിന് മുകളിൽ ഉയർത്തി വീശിക്കൊണ്ട് പറയാം, കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്നതുപോലെ മൂടുപടമണിയാത്ത മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ മഹത്വത്തിലേക്ക്, അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം, ഹല്ലേലൂയ. കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചിട്ട് പറയാം, ഹല്ലേലൂയ. ഉരുൾ പൊട്ടിയതുപോലെ പറയാം, ഹല്ലേലൂയ. എല്ലാവരും അച്ഛനെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞേ, ഹല്ലേലൂയ. കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞേ, ഹല്ലേലൂയ. ഈശോയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിനെ നോക്കി ചിരിക്കുന്നുണ്ട്, പരസ്പരം നോക്കി ചിരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ ഒരു വേദനയുണ്ട്. ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവരെ കുറിച്ച്, അവരുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച്, ഇനിയും കണ്ടുകിട്ടിയിട്ടില്ലാത്ത മൃതദേഹങ്ങളെ കുറിച്ച്, ആശുപത്രികളിൽ കഴിയുന്നവരെ കുറിച്ച്, തങ്ങളുടെ പ്രിയപ്പെട്ടവർ എവിടെയെന്ന് ഇപ്പോഴും അന്വേഷണത്തിലായി ഇരിക്കുന്നവരെ കുറിച്ച്, മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പോലും ആരുമില്ലാത്ത വിധം ഒരു കുടുംബത്തിൽ നിന്ന് എല്ലാവരും മരണമടഞ്ഞ സാഹചര്യത്തെക്കുറിച്ച്, അച്ഛൻ്റെ കൂടെ വൈദികനായ ലീനച്ഛൻ, അച്ഛൻ വിദേശത്താണ്, അച്ഛൻ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, അച്ഛന് പരിചയമുള്ള ഒരു കുടുംബത്തിൽ 9 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിൽ 8 പേര് മരിച്ചു, ഒരാൾ ബാക്കിയുണ്ടെന്ന്. കുടുംബത്തിലെ ബാക്കി 8 പേരുടെയും തിരിച്ചറിയൽ നടത്തേണ്ടതും സംസ്കാരം നടത്തേണ്ടതുമൊക്കെ ഇനി ബാക്കിയുള്ള ഒരാളാണ്. ഇവരാരുമില്ലാതെ ഈ ഭൂമിയിൽ ആ സഹോദരൻ ഇനി ജീവിക്കണം. അപ്പോൾ അതുപോലെ ഒത്തിരിയേറെ വേദനകളിലൂടെ കടന്നു പോകുന്ന ഒത്തിരിയേറെ കുടുംബങ്ങളുണ്ട്. ഒരു സഹോദരി, അവളുടെ അപ്പനും അമ്മയും ആകെയുള്ള ഒരു അനിയത്തിയും മരിച്ചു. 2 പെൺകുട്ടികളുള്ള ഒരു കുടുംബമാണ്. ഇവള് മാത്രമാണ്. ഇവൾ ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന സഹോദരിയാണ്. ഇവൾ ഒരു ബന്ധുവിന്റെ വീട്ടിലായിരുന്നത് കൊണ്ട് അവൾ മാത്രം രക്ഷപ്പെട്ടു. മറ്റു 3 പേരില്ലാതെ ഇനി ജീവിക്കണം.
അപ്പോൾ അപ്രകാരം മരണമടഞ്ഞവരെ കുറിച്ച് നമുക്ക് വേദനയുണ്ട്, ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് നമുക്ക് വേദനയുണ്ട്. ഇനി ഈ മഴവെള്ളമൊക്കെ മാറി ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ അടച്ച് മഴയൊക്കെ നിന്ന് ഇനി തിരിച്ച് എങ്ങോട്ട് പോകും എന്ന് അറിയില്ല. കാരണം വീടുണ്ടായിരുന്ന സ്ഥലത്ത് വീടുണ്ടായിരുന്നതിൻ്റെ ഒരു അടയാളം പോലും, ഒരു തറയുടെ ഒരു കല്ല് പോലും ബാക്കിയില്ലാത്ത വിധം എല്ലാം തൂത്ത് അടിച്ചുപോയ, തകർന്നടിഞ്ഞു പോയ ഒരു ദേശത്തേക്ക് ഇനി എങ്ങോട്ട് മടങ്ങിപ്പോകും? ഇത്രയും നാള് സംരക്ഷണമായി താമസിച്ചിരുന്ന ഞങ്ങളെ ആ കൂടാരം, ആ വീട് ഇനിയില്ല, എങ്ങോട്ടിനി മടങ്ങിപ്പോകും എന്ന് അറിയാത്ത വിധമാത്തിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. മഴവെള്ളപ്പൊക്കത്തിന്റെ 2018 മഴവെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്നവർക്ക് ഒരാശ്വാസമുണ്ടായിരുന്നു, വെള്ളമിറങ്ങുമ്പോൾ തിരിച്ച് വീടുകളിലേക്ക് പോകാം എന്ന്. ഇപ്പോൾ തിരിച്ച് വീടുകളിലേക്ക് പോകാൻ അവിടെ വീടില്ല, നാട്ടിലേക്ക് പോകാൻ അവിടെ ഒരു നാടില്ല. അപ്രകാരം നിലവിളികളുടെ, അനേകം മനുഷ്യരുടെ നിലവിളികളോടുകൂടെയാണ് നമ്മൾ ഇന്ന് നിലവിളിച്ച് ഈശോയോട് രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഈ ശുശ്രൂഷ മുഴുവൻ വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്നവരുടെ ഹൃദയത്തോട് ഹൃദയം ചേർത്ത് വെച്ച് അവരുടെ ഹൃദയത്തെ കർത്താവിന്റെ ഹൃദയത്തിലേക്ക് ഉയർത്തി, കർത്താവിന്റെ ഹൃദയത്തെ ആ മനുഷ്യ മക്കളുടെ ഹൃദയത്തിലേക്ക് താഴ്ത്തിക്കൊണ്ട് ഉള്ള പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, കരുണ കാണിക്കണമെങ്കിൽ, കരുണയുടെ ഹൃദയമുണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ കരുണ, മറ്റുള്ളവരോട് കരുണ കാണിക്കണമെങ്കിൽ നമുക്ക് വേണ്ട ഒരു പുണ്യത്തെ കുറിച്ചാണ് നമ്മൾ ഈ നാളുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ആ പുണ്യം? കരുണ കാണിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ഒരു പുണ്യത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പുണ്യത്തിന്റെ പേരെന്താണ്? ആ പുണ്യത്തിന്റെ പേരാണ് ആത്മപരിത്യാഗമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ എന്തെങ്കിലുമൊക്കെ വേണ്ട എന്ന് വെച്ച് വേദന അനുഭവിക്കുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ടാകണം? ആത്മപരിത്യാഗമുണ്ടാകണം. വേണ്ട എന്ന് വയ്ക്കണമെങ്കിൽ ആത്മപരിത്യാഗമുണ്ടാകണം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, സ്നേഹിക്കണമെങ്കിൽ ആത്മപരിത്യാഗമുള്ളവർക്ക് എല്ലാം എനിക്ക് എനിക്ക് എന്ന് പറഞ്ഞ് നമുക്ക് കൂടുതലുള്ളത് കൊണ്ടല്ല, കൂടുതലില്ലാത്തപ്പോഴും വേണ്ട എന്ന് വെച്ച്. കഴിഞ്ഞ ദിവസം മാട്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് 3 സഹോദരിമാർ അവിടെയുള്ള കോളനിയിൽ അവർ പറഞ്ഞു, ഞങ്ങൾ മാട്ര പഞ്ചായത്തിൽ കോളനിയിൽ താമസിക്കുന്നവരാണ്, ആദ്യമായിട്ട് വരികയാണ്. ഇത്രയും നാള് ഇവിടെ ഇങ്ങനെ ഒരു പ്രാർത്ഥനാ സ്ഥലം ഉള്ളത് ഞങ്ങളോട് ആരും പറഞ്ഞില്ല, ഞങ്ങൾ ഇന്നലെയാണ് അറിഞ്ഞത് എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം കാലത്ത് ഈ സഹോദരിമാര് 3 പേര് വന്നിരിക്കുകയാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു, വ്യാഴാഴ്ചകളിലൊക്കെ വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഒരു സഹോദരി പറഞ്ഞു, ഭക്ഷണം ഉപേക്ഷിച്ച് ഉപവസിച്ചിട്ടാണെങ്കിലും വരാനുള്ള പൈസ ഉണ്ടാക്കി വരാൻ നോക്കാന്ന് പറഞ്ഞു. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹത്തിൽ വളരണമെങ്കിലും പരസ്നേഹത്തിൽ വളരണമെങ്കിലും ഈ പരിത്യാഗത്തിന്റെ വഴികളിലൂടെ നമ്മൾ കടന്നു പോകണം. അച്ഛൻ ഇന്ന് കാലത്ത് മെഡിറ്റേഷൻ ചാപ്പലിൽ പോയി ഫൗസ്റ്റീന പുണ്യവതിയുടെ ഡയറി തുറന്നപ്പോൾ ആദ്യം കിട്ടിയ ഭാഗം ഇതാണ്. ഡയറിയിൽ 1937 1316 ഫൗസ്റ്റീനായുടെ ഡയറി ഉള്ളവർക്ക് വേണ്ടി അച്ഛൻ ആ നമ്പർ പറഞ്ഞെന്നുള്ളൂ. പലരുടെയും കയ്യിൽ ആ ഡയറിയൊക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് നമ്പർ പറഞ്ഞതാണ്. 1937 ഒക്ടോബർ മാസം 1-ാം തീയതി എഴുതിയ ഒരു ഡയറി കുറിപ്പാണ്. ഈശോ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് അവളോട് പറയുകയാണ്, മകളെ, സ്നേഹത്തോടുകൂടിയ ആത്മപരിത്യാഗമാണ് എനിക്ക് ആവശ്യം. ഒരുപക്ഷെ നീ ഉപവസിക്കുന്നുണ്ടാകാം, നീ ചില നൊയമ്പെടുക്കുന്നുണ്ടാകാം,
മാംസം ഉപേക്ഷിച്ചിട്ടുണ്ടാകാം, മത്സ്യം ഉപേക്ഷിച്ചിട്ടുണ്ടാകാം, അങ്ങനെ പലതും നീ പരിത്യജിച്ചിട്ടുണ്ടാകാം. ഈശോ പറയുകയാണ്, സ്നേഹത്തോടുകൂടിയ, ഈശോയോടുള്ള സ്നേഹവും അപരനോടുള്ള സ്നേഹവും കൊണ്ട് സ്നേഹത്തോടുകൂടിയ ആത്മപരിത്യാഗമാണ് എനിക്ക് ആവശ്യം. ചില ആളുകൾ നൊയമ്പെടുക്കാറുണ്ട്, 40-50 നൊയമ്പെടുക്കാറുണ്ട്. 50 ദിവസം മദ്യം ഉപേക്ഷിച്ചിട്ട് അതിൻ്റെ കേട് മുഴുവൻ ഈസ്റ്റർ മുതൽ തീർക്കുന്ന ആളുകളുണ്ട്. ഈശോ പറയുകയാണ്, സ്നേഹത്തോടുകൂടി ആത്മപരിത്യാഗമാണ് എനിക്ക് ആവശ്യം. കാരണം അവയ്ക്ക് മാത്രമേ ഞാൻ വില കൽപ്പിക്കുന്നുള്ളൂ. നീ എന്ത് പരിത്യാഗമെടുക്കുന്നുണ്ട് എന്നുള്ളതല്ല, നിന്റെ ഹൃദയത്തിൽ എത്രമാത്രം സ്നേഹം ആ പരിത്യാഗത്തിൽ, നീ എത്ര പ്രാവശ്യം മുട്ടേൽ വലിയുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല. അങ്ങനെ മുട്ടേൽ വലിയുമ്പോൾ, ആ പരിത്യാഗമെടുക്കുമ്പോൾ, നീ ഉരുൾനേർച്ച നടത്തുമ്പോൾ അപരനോട് നിന്റെ ഹൃദയത്തിൽ എത്രമാത്രം സ്നേഹമുണ്ട്, ദൈവത്തോട് നിന്റെ ഹൃദയത്തിൽ എത്രമാത്രം സ്നേഹമുണ്ട് എന്നതാണ് ഞാൻ വിലക്കെടുക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ പറഞ്ഞു, ഒക്ടോബർ മാസം 14-ാം തീയതിയിലെ ഉരുൾനേർച്ചയുടെ പ്രത്യേകമായിട്ടുള്ള 3 നിയോഗങ്ങൾ. 1 ജോലി തടസ്സം മാറുക, 2 വിവാഹ തടസ്സം മാറുക, 3 സന്താന സൗഭാഗ്യം ലഭിക്കുക. ഈ 3 നിയോഗങ്ങളാണ് പ്രത്യേകമായിട്ടുള്ളത്. മറ്റ് നിയോഗങ്ങളും വെച്ചും ഉരുൾനേർച്ച നടത്താവുന്നതാണ്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ തെരേസയുടെ തിരുനാളിൻ്റെ ആഴ്ചകൾ അടുത്തു വരികയാണ്. ഒക്ടോബർ 11 മുതൽ 15 വരെയാണ് നമ്മളുടെ തിരുനാൾ ദിവസങ്ങൾ. നിങ്ങൾക്ക് അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഉരുൾനേർച്ച നടത്തുമ്പോൾ, ഈ പരിത്യാഗം നടത്തുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ ഈ നിയോഗങ്ങളോടുള്ള സ്നേഹമല്ല ഉണ്ടാകേണ്ടത്. നിയോഗങ്ങളുണ്ട്, ശരിയാണ്. പക്ഷേ നമ്മുടെ ഹൃദയം മുഴുവൻ ഈ പരിത്യാഗ പ്രവൃത്തിയിൽ, നമ്മുടെ ഹൃദയം മുഴുവൻ, നമ്മുടെ സ്നേഹം, നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള സ്നേഹമാണ് എനിക്ക് ഈശോ പറയാണ്, സ്നേഹത്തോടുകൂടിയ ആത്മപരിത്യാഗമാണ് എനിക്ക് ആവശ്യം. കാരണം അവയ്ക്ക് മാത്രമേ ഞാൻ വില കൽപ്പിക്കുന്നുള്ളൂ. എന്നിട്ട് പറയുകയാണ്, ഈശോ പറയാണ്, തീർച്ചയായും എൻ്റെ അടുക്കലുള്ള ലോകത്തിന്റെ കടങ്ങൾ വളരെ അധികമാണ്. ലോകത്തിന്റെ പാപം വളരെ വലുതാണ്. ഈ കടങ്ങൾ ആര് വീട്ടും? അരൂപിയാൽ കാരുണ്യം അഭ്യസിച്ചുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, അരൂപിയാലുള്ള ഒരു കാരുണ്യ പ്രവൃത്തിയുണ്ട്. എന്താണെന്നറിയാമോ? അരൂപിയാലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം എന്താണെന്ന് നമുക്കറിയാം, അല്ലേ? അരൂപിയാലുള്ള കാരുണ്യം ഈശോ പറഞ്ഞ വാക്കാണ്. അരൂപിയാൽ കാരുണ്യം അഭ്യസിച്ചുകൊണ്ട്, അതായത് നിന്റെ ആത്മാവിൽ നീ ഒരു കാരുണ്യം അഭ്യസിക്കണം. നിന്റെ കയ്യിൽ നിന്ന് നീ ഒരു 50 കിലോ അരി കൊടുത്തു, അതൊരു മെറ്റീരിയൽ ആക്ട് ഓഫ് മേഴ്സിയാണ്. നീ ഒരു പുതിയ വസ്ത്രം, പോൾ എല്ലാവർക്കും അവരുടെ വസ്ത്രം നഷ്ടപ്പെട്ടിട്ടുണ്ട്, നീ ഒരു പുതിയ വസ്ത്രം വാങ്ങിക്കൊടുത്തു, അല്ലെങ്കിൽ വസ്ത്രം വാങ്ങാനുള്ള പണം കൊടുത്തു, ഒരു ആൾക്ക് വീട് കൊടുത്തു, വീട് വെച്ച് വെക്കാനുള്ള ഒരു പണം കൊടുത്തു, മരുന്ന് മേടിക്കാനുള്ള പണം കൊടുത്തു. മെറ്റീരിയൽ ആക്ട്സ് ഓഫ് മേഴ്സിയാണ്. അരൂപിയാലുള്ള കാരുണ്യം അഭ്യസിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് മുഖ്യമന്ത്രിയുടെ അനുവാദം കിട്ടേണ്ട ആവശ്യമില്ല. മറ്റുള്ള കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതിന് കളക്ടറേറ്റ് നിയന്ത്രണമുണ്ട്. ഇവിടെ നിന്ന് ബോയ്സ് ടൗൺ വഴി കൊട്ടിയൂർക്ക് പോകുമ്പോൾ, സന്നദ്ധ പ്രവർത്തകർക്ക് പോകുമ്പോൾ അവർക്ക് നിയന്ത്രണമുണ്ട്. അങ്ങനെ പല നിയന്ത്രണങ്ങളുണ്ട്. കലവറ, നമ്മുടെ കയ്യിൽ കാശിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ കലവറയുടെ ആവശ്യമില്ലാതെ നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാരുണ്യമാണ് അരൂപിയാലുള്ള കാരുണ്യം. അതായത് നിന്റെ ആത്മാവിനെ നീ പ്രാർത്ഥന കൊണ്ട്, സ്നേഹം കൊണ്ട് നിറയ്ക്കുക. ഈ ശുശ്രൂഷയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അരൂപിയാലുള്ള ഒരു കാരുണ്യ പ്രവൃത്തിയാണ്. വേദനിക്കുന്നവർക്ക് വേണ്ടി, വയനാട്ടിലുള്ളവർക്ക് വേണ്ടി, ജീവൻ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി, അവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അരൂപിയാലുള്ള ഒരു കാരുണ്യ പ്രവൃത്തി നമ്മൾ ഒരുമിച്ച് ചെയ്യുകയാണ്. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. എന്നാൽ നമുക്കറിയാം അത് മാത്രം പോരാ. അരൂപിയാലുള്ള കാരുണ്യ പ്രവൃത്തിയോടൊപ്പം
യഥാർത്ഥത്തിലുള്ള മെറ്റീരിയലായിട്ടുള്ള കാരുണ്യ പ്രവൃത്തിയും വേണം. രണ്ടും ദൈവം ആഗ്രഹിക്കുന്നതാണ്. അരൂപിയാനുള്ള കാരുണ്യത്തെ കുറിച്ച് പറയുകയാണ് ഈശോ. ഇത് അഭ്യസിക്കാൻ അനുവാദമോ കലവറയോ ആവശ്യമില്ല. ഇത് കൂടുതൽ യോഗ്യതയുള്ളതാണ്. എല്ലാ ആത്മാക്കൾക്കും അഭ്യസിക്കാൻ സാധിക്കുന്നതുമാണ്. അവരുടെ കരുണയാൽ അവർ എൻ്റെ വിധികൾ തടയുന്നു. കരുണ അഭ്യസിക്കുന്നില്ലെങ്കിൽ വിധിയുടെ ദിവസത്തിൽ എൻ്റെ കരുണ അവൾക്ക് ലഭിക്കുകയില്ല. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ കരുണ അഭ്യസിക്കുന്നില്ലെങ്കിൽ കർത്താവിൻ്റെ കരുണ നമുക്ക് ലഭിക്കുകയില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരികെ പ്രവേശിക്കുകയാണ്. നമുക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എല്ലാവരെയും ക്ലാസ്സിൽ നിന്ന് പുറത്താക്കണം. നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിന് നമ്മൾ കർത്താവിന്റെ മഹത്വം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ മഹത്വം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ മഹത്വവുമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? കർത്താവിന്റെ മഹത്വവുമായി, കർത്താവ് എന്ന് പറയുന്ന വ്യക്തിയുമായി ഇടപഴകുന്നതിന് വേണ്ടിയാണ്. ഇങ്ങനെ ഇടപഴകുന്നതിനെയാണ് നമ്മൾ ആസ്വാദനമെന്നും കാണുക എന്നും കേൾക്കുക എന്നും പറയുന്നത്. എങ്ങനെയാണ് ഈശോയുമായി ഇടപഴകുന്നത്? വിശ്വാസത്തിലൂടെ ഇടപഴകുന്നു. പ്രത്യാശയിലൂടെ ഇടപഴകണമെങ്കിൽ എന്ത് വേണം? വിശ്വാസം വേണം. പ്രിയപ്പെട്ടവരെ, രണ്ട് വ്യക്തികൾ ഒരുമിച്ച് കൈകോർത്ത് നടക്കണമെങ്കിൽ അവരുടെ ഇടയിൽ എന്ത് വേണം? വിശ്വാസം വേണം. രണ്ടുപേർ തോളത്ത് കൈയിട്ട് നടക്കണമെങ്കിൽ അവർക്ക് പരസ്പരം എന്ത് വേണം? പ്രത്യാശ വേണം, ആശ്രയം വേണം. ഒരുമിച്ച് മുഖത്തോട് മുഖം നോക്കി ഇരിക്കണമെങ്കിൽ എന്ത് വേണം? സ്നേഹം വേണം. സംസാരിക്കണമെങ്കിൽ എന്ത് വേണം? സ്നേഹം വേണം. അപ്പോൾ അവരുടെ ഇടയിൽ വിശ്വാസവും പ്രത്യാശയും, അതായത് മ്യൂച്വൽ ട്രസ്റ്റ്, പ്രത്യാശയും സ്നേഹവും പ്രാർത്ഥനയും പരസ്പരം പ്രചരിപ്പിക്കുന്നതിനുള്ള, നമ്മൾ പറഞ്ഞു ഈശോയെ കുറിച്ച്, നമ്മൾ പറഞ്ഞു ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവരാകണം, ഈശോയ്ക്ക് വേണ്ടി സഹിക്കുന്നവരാകണം. അങ്ങനെ സാക്ഷ്യം വഹിച്ചുകൊണ്ടും സഹിച്ചുകൊണ്ടുമൊക്കെയാണ് നമ്മൾ ഈ ഇടപഴകൽ നടത്തുന്നത്. അതിൻ്റെ ഇപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മൾ പറഞ്ഞു, നമ്മൾ സ്വയം പരിത്യജിക്കണം. ഈശോയുടെ മുമ്പിൽ വന്നിരിക്കണമെങ്കിൽ എന്ത് വേണം? വേറെ പല സ്ഥലങ്ങളിലും ഇരിക്കുന്നത് അവസാനിപ്പിക്കണം. മർത്തായോട് ഈശോ പറഞ്ഞു, നീ പല കാര്യങ്ങളിൽ വ്യാപൃതയാണ്. മറിയമാകട്ടെ നല്ല കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട് തിരഞ്ഞെടുത്ത് എൻ്റെ കാൽ കീഴിൽ ഇരിക്കുകയാണ്. അപ്പോൾ അവൾ ഉദാത്തമായത്, ഏറ്റവും പ്രധാനപ്പെട്ടത് അവൾ തിരഞ്ഞെടുത്തിരിക്കുന്നു. മറിയത്തിനങ്ങനെ ഇരിക്കണമെങ്കിൽ പല കാര്യങ്ങളിൽ വ്യാപൃതമായിരിക്കുന്നത് അവസാനിപ്പിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മപരിത്യാഗത്തെ കുറിച്ച് പഠിപ്പിക്കാൻ ഈശോ പറഞ്ഞ മനോഹരമായ ഒരു ഉപമയാണ് വയലിൽ കണ്ടെത്തിയ നിധിയുടെ ഉപമ. ഒരു കർഷകൻ, അവൻ വേറൊരാളുടെ പറമ്പിൽ പണിക്ക് പോയി. പ്രിയപ്പെട്ടവരെ, നമ്മൾ വേറൊരാളുടെ പറമ്പിൽ റബ്ബർ വെട്ടാൻ പോകുന്നത് എന്തുകൊണ്ടാണ്? പൈസ കിട്ടാൻ വേണ്ടി മാത്രമെന്നല്ല അതിന്റെ ഉത്തരം. നമ്മുടെ പറമ്പ് നമുക്ക് പണിയെടുത്ത് നമ്മുടെ പറമ്പിൽ വെട്ടാൻ ആവശ്യമായിട്ടുള്ള റബ്ബർ ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലേ? നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ 1000 മരം ഉണ്ടെന്ന് വിചാരിക്കുക, വേറൊരാളുടെ വീട്ടിൽ വെട്ടാൻ പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് മരം ഇല്ലാത്ത ഒരാളാണ് വേറൊരാളുടെ പറമ്പിൽ വെട്ടാൻ പോകുന്നത്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ കർഷകൻ പാവപ്പെട്ട ഒരാളാണ്. അപ്പോൾ അയാളുടെ സ്വന്തം കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. അതൊക്കെ പണി കാലത്ത് 3 മണിക്ക് എഴുന്നേറ്റ് 4 മണി ആയപ്പോഴേക്ക് വെട്ട് കഴിഞ്ഞു. പിന്നെ 4 മണി തുടങ്ങി 6 മണി വരെ അപ്പുറത്തെ പറമ്പിൽ വെട്ടുകയാണ്. അപ്പോഴാണ് അപ്പുറത്തെ പറമ്പിൽ റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്ത് കണ്ടത്?
അവിടെ നിധി കണ്ടത്. അപ്പോ ഇയാൾ വിചാരിച്ചു അപ്പുറത്തെ പറമ്പ് ഏകദേശം ഒരു 3 ഏക്കറുണ്ട്, ഇയാൾക്ക് 1 ഏക്കറുള്ളൂ. അപ്പോൾ ആ പറമ്പ് മേടിക്കണമെങ്കിൽ ഇയാൾ എന്ത് ചെയ്യണം? ഇയാൾ വിചാരിച്ചു എങ്ങനെയെങ്കിലും ഈ പറമ്പ് മേടിച്ചിട്ട് കാര്യം. ഇയാൾ എന്ത് ചെയ്തു? സ്വന്തം പറമ്പ് വിറ്റു. 1 ഏക്കറല്ലേ, പോട്ടെ, സ്വന്തം പറമ്പ് വിറ്റു. പക്ഷേ പ്രിയപ്പെട്ടവരെ, മറ്റേ 3 ഏക്കർ മലക്കുള്ള പറമ്പാണ്. ഹല്ലേലൂയ. റോഡ് സൈഡിലുള്ള സ്ഥലം വിറ്റിട്ടാണ് മറ്റേത് മേടിക്കാം. നിങ്ങളാണെങ്കിൽ പോവോ? ഇല്ല. നിധി. ഹല്ലേലൂയ. ഇപ്പൊ തൊഴിലുറപ്പിന് പോകുന്ന ചേച്ചിമാർക്ക് ശമ്പളം മാത്രമല്ല, ഇടക്കിടക്ക് നിധിയും കിട്ടുന്നുണ്ട്. ഹല്ലേലൂയ. എന്തായാലും ഇയാളുടെ പറമ്പും വിറ്റു. ഭാര്യയോട് പറഞ്ഞു, എടി നീ ആ മാലയൊക്കെ ഊരിത്താന്ന് പറഞ്ഞു, വള ഊരിത്താന്ന് പറഞ്ഞു. അപ്പുറത്തെ പറമ്പിൽ നിധിയുണ്ട്, അതുകൊണ്ട് നമുക്ക് ആ നിധിയുള്ള പറമ്പ് മേടിക്കാം. മലക്കുള്ള പറമ്പാണെങ്കിലും അയാൾ കാശ് കൂടുതലാ പറയുന്നത്. നിന്റെ മാലയും വളയൊക്കെ ഊരിത്തരാന്ന് തരാൻ പറഞ്ഞു. നമ്മളാണെങ്കിൽ കൊടുക്കോ? ചേട്ടനല്ല, ഈശോ തന്നെ വന്ന് ചോദിച്ചാലും മാലയും വളയും. ഹല്ലേലൂയ. പിന്നെ ചില സൂപ്പർ ചേട്ടന്മാരുണ്ട്, ഇത്തിരി കള്ളൊക്കെ കുടിച്ച് പച്ചയൊക്കെ ഉണ്ടാക്കി ഒരു താടി എന്ന് പറഞ്ഞിട്ട് കത്തിയൊക്കെ വെച്ച് കഴിയുമ്പോ. ഹല്ലേലൂയ. എന്തായാലും പ്രിയപ്പെട്ടവരെ, ഇയാൾക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചു. അവിടെയാണ് പോയിന്റ്. ഇയാൾക്കുണ്ടായിരുന്ന 2 പശുവിനെ വിറ്റു, 10-20 കോഴി ഉണ്ടായിരുന്നു, അത് വിറ്റു. അങ്ങനെ ഉണ്ടായിരുന്നതെല്ലാം വിറ്റിട്ട്, ഇതിനെയാണ് പ്രിയപ്പെട്ടവരെ ആത്മപരിത്യാഗമെന്ന്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളതിനെയെല്ലാം കണ്ണും പൂട്ടി ഞാൻ അങ്ങോട്ട് വേണ്ടാന്ന് വെക്കാണ്. എന്തിനു വേണ്ടിയിട്ട്? ആ മലക്കുള്ള പറമ്പ് മേടിക്കും. അത് മേടിച്ച് അയാൾ അത് സ്വന്തമാക്കിയതിന് ശേഷം അയാൾ ആ നിധി സ്വന്തമാക്കി. ഇതാണ് കഥ. കുറച്ചുകൂടി നീട്ടി വേണമെങ്കിൽ പറയാം, ഇത്രയും മതി, കാര്യം പിടിയിട്ടില്ലേ. ഇതിനെയാണ് നമ്മുടെ ചില സന്തോഷങ്ങൾ ആരെ വാങ്ങിക്കുന്നതിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നു. ഈശോയെ നേടുന്നതിന് വേണ്ടി, ഈശോയാകുന്ന നിധി സ്വന്തമാക്കുന്നതിന് വേണ്ടി എൻ്റെ അപ്പനെ, എൻ്റെ അമ്മയെ, ഈ ലോകത്തിലുള്ള മായാസ്തുതികളെ, ഈ ലോകത്തിലുള്ള സുഖഭോഗങ്ങളെ, ഈ ലോകത്തിലുള്ള ചില സൗകര്യങ്ങളെ, ചില സന്തോഷങ്ങളെ ഒക്കെ ഞാൻ വേണ്ട എന്ന് വെച്ചത് അതിക്കും മേലെയുള്ള ഒരാനന്ദം സ്വന്തമാക്കാൻ വേണ്ടിയാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. നീ വേണ്ട എന്ന് വെച്ചതൊന്നും മോശമുള്ള കാര്യമല്ല. നിന്റെ സ്ഥലം നീ വിൽക്കാമെന്ന് വിചാരിച്ചത് മോശമുള്ള കാര്യമാണോ? അത് നല്ല സ്ഥലമായിരുന്നു, നീ വേണ്ടാന്ന് വെച്ചു. സ്വർണം വിൽക്കാന്ന് വിചാരിച്ചാൽ സ്വർണം ചീത്തയായതുകൊണ്ടാണോ? അല്ല, അത് നല്ലതാണ്, പക്ഷേ അത് ഞാൻ വേണ്ട എന്ന് വെച്ചു. ഒരു ടൂറിന് പോകണ്ടെന്ന് വെച്ചു. എന്നിട്ട് അതിൽ നിന്ന് കിട്ടിയ കാശ് കൊണ്ട് ഞാൻ 10 പേർക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്തു. ഞാൻ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്ക് സമർപ്പിച്ചു. അപ്പോൾ ഒരു ഉത്സവം, ഒരു ആഘോഷം നടത്തുക. ഒരു കുടുംബം തീരുമാനിച്ചു, നമ്മുടെ വീട്ടിൽ വലിയ ഒരു ബർത്ത്ഡേ, നമ്മൾ അങ്ങനെ ആഘോഷമൊന്നും വേണ്ട, ആ പൈസ നമുക്ക് പാവപ്പെട്ടവർക്ക് അന്നദാനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു അനാഥ മന്ദിരത്തിൽ ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി, നമ്മുടെ ആഘോഷം വേണ്ട, ഒരു അനാഥ മന്ദിരത്തിൽ ഭക്ഷണം കൊടുക്കുക. നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ നമ്മൾ ആഘോഷങ്ങൾ നടത്തിയിട്ട് എന്താ കാര്യം? പാവപ്പെട്ടവന് വേണ്ടി ഒരു കരുതല്, അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി ഒരു കരുതല്, ഒരു മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി ഒരു കരുതല് വേണ്ടി മാറ്റിവെച്ചു. ഹല്ലേലൂയ. അതിനെയാണ് പ്രിയപ്പെട്ടവരെ ആത്മപരിത്യാഗം എന്ന് പറയുന്നത്. ഈശോ പറഞ്ഞ 2ാമത്തെ ഉപമ, ഒരു രത്നവ്യാപാരി ഇഷ്ടംപോലെ കാശുള്ള ഒരാളായിരുന്നു. അയാൾ അമൂല്യമായ ഒരു രത്നം കണ്ടെത്തിയപ്പോൾ അയാളുടെ കയ്യിലുള്ള രത്നങ്ങളെല്ലാം, അതെല്ലാം വിലയുള്ളതാണ്, രത്നങ്ങൾക്കെല്ലാം വിലയുണ്ട്. ഈ വിലയുള്ളതെല്ലാം അയാൾ ഉപേക്ഷിച്ച് അമൂല്യമായ ഒരൊറ്റ രത്നം നേടുന്നതിന് വേണ്ടി മറ്റുള്ളതെല്ലാം അയാൾ വേണ്ട എന്ന് വെച്ചു. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ.
പ്രിയപ്പെട്ടവരെ, ഇന്ന് അച്ഛൻ എപ്പോഴും നമ്മളുടെ ഒരാത്മപരിത്യാഗത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഇത്ര വലിയ മഴ പെയ്യുമ്പോ, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോലും ഭയം തോന്നുമ്പോ, മഴയുടെ കെടുതി കൂടുതലായതുകൊണ്ട് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ദിവസം, അത്രമാത്രം അലേർട്ടായിരിക്കണമെന്ന് പറയുന്ന ഒരു ദിവസം, നമ്മൾ വാഹനവും എടുത്ത് അല്ലെങ്കിൽ ഒരു ബസ്സിൽ കയറി യാത്ര ചെയ്ത് കർത്താവിന്റെ അടുക്കലേക്ക് വരാൻ കാണിക്കുന്ന ഈ തീഷ്ണതയ്ക്ക് പിറകിലുള്ളത് ഈ ആത്മപരിത്യാഗമാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മ ത്രേസ്യ സുഹൃത സരണി എന്ന് പറയുന്ന പുസ്തകത്തിൽ, നമ്മൾ അമ്മ ത്രേസ്യയുടെ തിരുനാളിനൊരുങ്ങുന്ന ദിവസങ്ങളായതുകൊണ്ട് അമ്മ ത്രേസ്യയുടെ പുസ്തകങ്ങളെ കുറിച്ച്, അമ്മ ത്രേസ്യ പറഞ്ഞ വാക്കുകളെ കുറിച്ചൊക്കെ നമ്മൾ ഓരോന്നോരോന്നെടുത്ത് പഠിക്കും. അല്ലെങ്കിൽ ഒക്ടോബർ 15-ാം തീയതി ആകുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഈ അമ്മ ത്രേസ്യയുടെ തിരുനാൾ ഇങ്ങനെ ആഘോഷിക്കുന്നത് എന്തിനാണെന്ന് വിചാരിക്കും. അമ്മ ത്രേസ്യ പ്രാർത്ഥനയുടെ ഗുരുനാഥയാണെന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കും, അമ്മ ത്രേസ്യ എന്താണ് നമ്മെ പഠിപ്പിച്ചത്? അല്ലേ? നമ്മൾ പറയും അമ്മ ത്രേസ്യ ഭയങ്കര ടീച്ചറാണ്, ഭയങ്കര ടീച്ചറാണ്. ടീച്ചർ എന്താ പഠിപ്പിച്ചത്? ഹല്ലേലൂയ. അപ്പോൾ അമ്മ ത്രേസ്യ സുഹൃതസരണിയിൽ അമ്മ ത്രേസ്യയുടെ ഒരു പുസ്തകമാണ് അഭ്യന്തര ഹർമ്മ്യം എന്ന് പറയുന്ന ഒരു പുസ്തകം. എന്താണ് ആ പുസ്തകത്തിന്റെ പേര്? അഭ്യന്തര ഹർമ്മ്യം. അതായത് ഇംഗ്ലീഷിൽ ഇന്റീരിയർ കാസിൽ എന്നാണ് അതിന്റെ പേര്. എന്താണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്? ദൈവം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഏഴാമത്തെ ഹർമ്മ്യത്തിൽ, സപ്ത ഹർമ്മ്യം, അതിൽ ഏഴാമത്തെ സദനത്തിൽ എങ്ങനെയാണ് വസിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള, എങ്ങനെയാണ് ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിലേക്ക് നമുക്ക് പുറമേയുള്ള കാര്യങ്ങളെ പതുക്കെ പതുക്കെ വിട്ടുപേക്ഷിച്ച് ഈ ഉള്ളിലുള്ള ഏഴാമത്തെ സദനത്തിലെത്തുകയും അവിടെ ഈശോയുമായി, മണവാളനായ ഈശോയുമായി ഒരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്ന പുസ്തകമാണ് അഭ്യന്തര ഹർമ്മ്യം എന്ന് പറയുന്ന പുസ്തകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എങ്ങനെ ഈശോയെ കല്യാണം കഴിക്കണം എന്ന് അറിയാൻ താല്പര്യമുള്ളവർ ഇല്ലേ? ഈശോയുമായിട്ട് അത് പെട്ടെന്നൊന്നും നടക്കുന്നില്ല. കല്യാണത്തിന് മുമ്പ് എന്തുണ്ട്? മനസ്സമ്മതമുണ്ട്. മനസ്സമ്മതത്തിന് മുമ്പ് എന്തുണ്ട്? ഉറപ്പീരുണ്ട്, അല്ലേ? ഉഴപ്പീരല്ല. ഹല്ലേലൂയ. അതിനു മുമ്പ് എന്തുണ്ട്? കാണലുണ്ട്. അതിനു മുമ്പ് എന്തുണ്ട്? ആലോചനയുണ്ട്, അന്വേഷണമുണ്ട്, മാട്രിമോണിയൽ ചർച്ചയിലുണ്ട്, ഇല്ലേ? അങ്ങനെ പലതും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, സെലക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ പല ഘട്ടങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അങ്ങനെ തന്നെയാണ് അമ്മ ത്രേസ്യ ഈ ബന്ധത്തെ കുറിച്ച് അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ പറഞ്ഞത് ഒരു തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതല്ല. അമ്മ ത്രേസ്യ ഈശോയുമായിട്ടുള്ള ബന്ധത്തിന്റെ തലങ്ങൾ അവതരിപ്പിക്കുന്നത് ഈ രീതിയിലാണ്. അവനെ കാണുന്നു, അല്ലെങ്കിൽ അവനെ കുറിച്ച് അറിയുന്നു, ഒരു ഇഷ്ടം തോന്നുന്നു, അവനെ അന്വേഷിച്ചിറങ്ങുന്നു. അമ്മ ത്രേസ്യ പറയുകയാണ്, ക്രിസ്തുവാകുന്ന മണവാളനെ അന്വേഷിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മെ സഹായിക്കാത്ത ലോകകാര്യങ്ങളിൽ നാം ഏർപ്പെടുന്നത് അവസാനിപ്പിക്കണം. എന്താണ്? വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് അമ്മ ത്രേസ്യ പറഞ്ഞ ഡയലോഗ് ഒന്ന് പറയാം. ക്രിസ്തുവാകുന്ന മണവാളനെ അന്വേഷിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മെ സഹായിക്കാത്ത ലോകകാര്യങ്ങളിൽ നാം ഏർപ്പെടുന്നത് അവസാനിപ്പിക്കണം. കഴിഞ്ഞ ആഴ്ച അച്ഛൻ കാർലോസ് അക്യൂറ്റസിനെ കുറിച്ച് പറഞ്ഞത് ഒരുപക്ഷെ നിങ്ങളുടെ മനോമുഖരത്തിലുണ്ടാകും. അക്യൂറ്റസ് 15-ാമത്തെ വയസ്സിൽ മരിക്കാൻ നേരത്ത് പറഞ്ഞു, കർത്താവിനെ സന്തോഷിപ്പിക്കാത്ത ഒരു കാര്യത്തിലും ഞാൻ ഇന്നേ വരെ സമയം ചെലവഴിച്ചിട്ടില്ല. ഹല്ലേലൂയ. നമുക്കും എന്ത് പറയാൻ പറ്റും? കർത്താവിനെ സന്തോഷിപ്പിക്കാത്ത ഒരു കാര്യത്തിലും ഞാൻ ഇന്നേ വരെ സമയം
ഹല്ലേലൂയ. അപ്പൊ അമ്മ തെരേസ്യ സിസ്റ്റേഴ്സിനോട് പറയാണ്, ക്രിസ്തുവാകുന്ന മണവാളനെ അന്വേഷിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മെ സഹായിക്കാത്ത ലോകകാര്യങ്ങളിൽ നമ്മളൊരു ലോകകാര്യത്തിൽ ഏർപ്പെടുകയാണ്. പത്രം വായിക്കുകയാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരു സംഭവം കാണുകയാണെന്ന് വിചാരിക്കും, ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുകയാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ വീട്ടിലൊരു ജോലി ചെയ്യുകയാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ യാത്രക്ക് പോകാമെന്ന് തീരുമാനിക്കുകയാണെന്ന് വിചാരിക്കും. ഏത് കാര്യവും ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന കാര്യത്തിന് ക്രിസ്തുവാകുന്ന മണവാളനെ അന്വേഷിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എന്നെ സഹായിക്കുമോ? കോൺവെന്റിലെ സിസ്റ്റേഴ്സിനോട് എന്നിട്ട് പറയാണ്, അങ്ങനെ തയ്യാറില്ലാത്തവർ ക്രിസ്തുവാകുന്ന ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കുന്ന കാര്യങ്ങളെ, നയിക്കാത്ത കാര്യങ്ങളിൽ ഏർപ്പെടാനായിട്ട് ആഗ്രഹമുള്ളവര്, ഈശോയെ അന്വേഷിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ അവർ സ്റ്റാൻഡ് വിട്ടു പോകണമെന്ന്. അവര് ഈ കോൺവെന്റിൽ തുടരരുത്, അവര് സ്റ്റാൻഡ് വിട്ടു പോകണം. എന്തായാലും അച്ഛൻ നിങ്ങളോട് പറയുന്നില്ല, നിങ്ങൾ ഈ ആവിലെ വിട്ടു പോകണമെന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അമ്മ തെരേസ്യ പറയുകയാണ്, നമുക്ക് ഈ ഭൂമിയിൽ ഉണ്ടാകാനിടയുള്ള എല്ലാ സുഖങ്ങളും ലഭിക്കാനിരിക്കുന്ന നിത്യനിധിയോട് തുലനം ചെയ്യുമ്പോൾ ശൂന്യത മാത്രമാണ്. വലതുകരമുയർത്തി വീശിക്കൊണ്ട് പറയാം, നമുക്ക് ഈ ഭൂമിയിൽ ഉണ്ടാകാനിടയുള്ള എല്ലാ സുഖങ്ങളും ലഭിക്കാനിരിക്കുന്ന നിത്യനിധിയോട് തുലനം ചെയ്യുമ്പോൾ ശൂന്യത മാത്രം. ആകാശത്തിന്റെയും ഭൂമിയുടെയും അതിലുൾപ്പെടുന്ന സകല നിധിയുടെയും നാഥൻ നമ്മുടെ സ്വന്തമാണ്. കൈയടിച്ച് കർത്താവിനെ നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലുള്ള പലതും ഉപേക്ഷിക്കുന്നത് വെറുതെയല്ല. ഈ ആകാശത്തിന്റെയും ഭൂമിയുടെയും അതിലുള്ള സകല നിധികളുടെയും നാഥൻ നമ്മുടെ സ്വന്തമാണ്. ഈശോ മാത്രം മതിയെന്ന് പറയുമ്പോൾ അവന്റെ കൂടെ അവനുള്ളതെല്ലാം നമുക്ക് ലഭിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പറയുകയാണ്, നമ്മൾ ഈ ലോകത്തിലുള്ള പലതിൽ നിന്നും ഡിറ്റാച്ച് ചെയ്യണം. ഡിറ്റാച്ച് ചെയ്യണം എന്നാൽ വേണ്ട എന്ന് വെക്കണം. എന്തൊക്കെയാണ് വേണ്ട എന്ന് വെക്കുന്ന പറഞ്ഞിട്ടുണ്ട്. ഒരു ഉദാഹരണം അമ്മ തെരേസ്യ പറയുന്ന ഒരു ഉദാഹരണം, മായാസ്തുതികൾ എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. ഒരു ഉദാഹരണത്തിന്, ഒരു വീട്ടിലെ ഒരു മരുമകൾക്ക് ഒരു സഹനം ഉണ്ടായി. രണ്ട് മരുമക്കളുള്ള ഒരു വീടാണെന്ന് വിചാരിക്കുക. ഒരു മരുമകൾക്ക് ഒരു സഹനം ഉണ്ടായി. അവളെ ആരോ കുറ്റം പറഞ്ഞു, അമ്മായിയമ്മ എന്തോ പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പൊ ഇവള് വിചാരിയോ, ഇതൊക്കെ എന്ത്, ഇതല്ല, ഇതിന്റെ അപ്പുറം വരാനിരിക്കുന്നതാണ്. എന്റെ വീട്ടിലായിരുന്നപ്പോ ഇതിലും വലിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ച് ഇവൾക്ക് കേട്ട കുറ്റവും ഇവൾക്ക് കേട്ട പഴിയൊക്കെ സഹിക്കാന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് വേറൊരാള് വന്നിട്ട് പറഞ്ഞു, ഹോ എടി, നിന്നെ പോലെ സഹിക്കാൻ എന്നെ കൊണ്ടൊന്നും പറ്റില്ല. നിന്നെ പോലെ സഹിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വിശുദ്ധയാവണം. വിശുദ്ധര് പോലും നീ സഹിക്കണ പോലെയൊക്കെ സഹിക്കുമെന്ന് എനിക്ക് തോന്നണില്ല എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു. എങ്ങനെയുണ്ട്? അപ്പോ നിന്നെ സമ്മതിക്കണം. ഞാനൊക്കെ ആയിരുന്നെങ്കിൽ പണ്ട് ഇട്ടെറിഞ്ഞിട്ട് പോയാനെ. മറ്റവള് മര്യാദക്ക് സഹിച്ചോളാന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് വന്ന് പറയുന്നത്, ഞാനൊക്കെ ആണെങ്കിൽ ഇട്ടിട്ട് പോയാനെ. നിന്നെ സമ്മതിക്കണം, നിന്നെ സ്തുതിക്കണം. നീ ഒന്നും തിരിച്ചു പറഞ്ഞില്ലേ? നിന്നെ നീ ഒരു വിശുദ്ധര് പോലെ. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഇവളുടെ ഉള്ളിൽ എന്തുണ്ടാവും? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അമ്മ തെരേസ്യ പറയുകയാണ്, ദുരഭിമാനം എന്ന് പറയുന്ന ഒരു പ്രലോഭനമുണ്ടാകും. എല്ലാവരും ചോദിക്കും, നീ എന്തിനാണ് ഇങ്ങനെ പോത്തിനെ പോലെ കടന്ന് അവൾ ഒരു കുഴപ്പമില്ലാതെ ഒരു പരാതിയും പറയാതെ വീട്ടിലുള്ള എല്ലാ ജോലിയും സ്വസ്ഥമായി സന്തോഷമായി ചെയ്തുകൊണ്ടിരിക്കായിരുന്നു. ഒരാളോടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ വേറൊരാൾ വന്നിട്ട് ഇടയ്ക്ക് കയറി ചോദിക്കും, നീ എന്തിനാണ് ഇങ്ങനെ പോത്തിനെ പോലെ കടന്ന് പണിയെടുക്കണത്? സമാധാനം. അപ്പോ നിന്നെ ഇവിടെ ആർക്കെങ്കിലും ഒരു ബഹുമാനമോ പരിഗണനയോ ഉണ്ടോ? ഇങ്ങനെ കുത്താണ്.
നിന്നെ ഇവിടെ നീ ഇങ്ങനെ ഇവിടെ ജീവിച്ചിട്ട് നിന്നെ ആർക്കെങ്കിലും ഒരു പട്ടിയുടെ വിലയെങ്കിലും തരണണ്ട എന്നൊക്കെ ചോദിച്ച്, പ്രിയപ്പെട്ടവർ, ഇതെല്ലാം അമ്മ ത്രേസ്യ പറഞ്ഞിട്ടുള്ള ഡയലോഗുകളാണ്. വേ ഓഫ് പെർഫെക്ഷൻ, സുഹൃത സരണി എന്ന് പറയുന്ന പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ അമ്മ ത്രേസ്യ മായാസ്തുതികളെ കുറിച്ച് പറയുന്നു. ഇപ്രകാരമുള്ള മായാസ്തുതികളിൽ വീണുപോകാനുള്ള പ്രലോഭനം, ഇതൊക്കെ കേട്ട് പിന്നെ ആരെങ്കിലും ഇതൊക്കെ കേട്ട് ഇങ്ങനെ എന്നെ പോലെ ഒരാളും സഹിക്കില്ല, ഞാൻ സഹിക്കണ പോലെ ആര് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മായാസ്തുതികൾ, ദുരഭിമാനങ്ങൾ കുത്തി നിറച്ച് കഴിയുമ്പോൾ പിന്നെ ഒരു സഹനമുണ്ടാകുമ്പോൾ അപ്പൊ എന്തുണ്ടാവും എന്നറിയാവോ? ഉരുൾപൊട്ടലുണ്ടാവും. ആ വീട് ഒലിച്ചു പോകും, മരണമുണ്ടാവും. ഹല്ലേലൂയ. അപ്പോൾ ഇപ്രകാരമുള്ള മായാസ്തുതികളിൽ നിന്നും നമ്മൾ മോചനം പ്രാപിക്കണം. അമ്മ ത്രേസ്യ പറയുകയാണ്, ബഹുമതി ആഗ്രഹിക്കുന്നതിനാൽ തന്നെ നമ്മൾ അത് നഷ്ടപ്പെടുത്തുന്നു. നമ്മൾ ഒരു വീട്ടിൽ ജീവിക്കുമ്പോൾ എന്നെ മറ്റുള്ളവർ ബഹുമാനിക്കണം, എന്നെ സ്നേഹിക്കണം, എന്നെ കരുതണം. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഒത്തിരിയേറെ കുടുംബ പ്രയാസങ്ങൾ കേട്ടിട്ടുള്ളതിൽ ഒരു പ്രധാനപ്പെട്ട കുടുംബ തകർച്ചയ്ക്ക് കാരണമാകുന്ന ഒരു ചിന്തയാണിത്. ചില ആളുകൾ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുമ്പോൾ രണ്ടുപേരിരുന്ന് വർത്താനം പറയുന്നത് കാണുന്നു. അവരെന്നെ കുറിച്ച് എന്തോ കുറ്റം പറയുകയാണെന്നൊരു തോന്നൽ. ഞാൻ അവരുടെ അടുത്ത് ചെന്ന് നിന്നപ്പോ അവര് മിണ്ടുന്നില്ല. അപ്പൊ ഞാൻ വന്നത് ഇഷ്ടമായില്ലല്ലേ എന്നുള്ളൊരു തോന്നല്. എന്നെ ഇവിടെ ആർക്കും ബഹുമാനമില്ല എന്നുള്ളൊരു ചിന്ത, എന്നെ മറ്റുള്ളവർ വേണ്ടതുപോലെ പരിഗണിക്കുന്നില്ല എന്ന ചിന്ത. ഇപ്രകാരം ചിന്ത കൂടിക്കൂടി ഭർത്താവിന്റെ അടുത്ത് മുറിയിൽ വന്നിട്ട് പറയും, ചേട്ടാ നമുക്ക് വേറെ വീടെടുക്കാം. നമ്മൾ നമ്മളെ തന്നെ കുറിച്ച്, നമ്മെക്കുറിച്ച് ഇങ്ങനെ ദുരഭിമാനം വളർത്തുന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പല കുടുംബങ്ങളിലും അന്തചിത്രങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ നമ്മളിൽ നിന്ന് തന്നെ നമ്മുടെ ഈ ദുരഭിമാനം അവസാനിപ്പിച്ചാൽ പല കുടുംബങ്ങളും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ അമ്മ ത്രേസ്യ പഠിപ്പിക്കുകയാണ്, ഞാൻ ബഹുമാനിക്കപ്പെടുന്നില്ല എന്ന ചിന്തയുണ്ടാകാനുള്ള പ്രലോഭനത്തെ, നമുക്കൊരു പ്രലോഭനം, ഞാൻ ബഹുമാനിക്കപ്പെടുന്നില്ല, ഞാൻ സ്നേഹിക്കപ്പെടുന്നില്ല, എന്നെ ഇവിടെ ആർക്കും ഒരു മീച്ചവും ഇല്ല എന്നൊക്കെയുള്ള, എന്നെ ആരും മൈൻഡാക്കുന്നില്ല, എൻ്റെ മകൾ എന്നെ മൈൻഡാക്കുന്നു. അങ്ങനെയുണ്ട്. ഈ ചില മാതാപിതാക്കൾക്ക് മക്കൾ ഇപ്പൊ പരിഗണിക്കുന്നില്ല. ചില ഭർത്താക്കന്മാർക്ക് ഭാര്യയ്ക്ക് ഇപ്പൊ എന്നോട് പഴയ പോലെ സ്നേഹമില്ല, പഴയ പോലെ സൗന്ദര്യം ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ പഴയ പോലെ എന്നോട് സ്നേഹമില്ല എന്ന് ഭർത്താവ് ചിന്തിച്ചിട്ട് പറയാണ്. ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, എടി എനിക്കിപ്പോ പഴയ പോലെ സൗന്ദര്യം ഇല്ലാത്തത് കൊണ്ടല്ലേ നീ എന്നെ മൈൻഡാക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ഭാര്യ പറയാണ്, ഓ പണ്ട് വലിയ സൗന്ദര്യമായിരുന്നു. എല്ലാ കാര്യം ഉണ്ടോ അങ്ങനെ പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ അങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നതിനെ എങ്ങനെ നേരിടാം എന്ന് അമ്മ ത്രേസ്യ പഠിപ്പിക്കുകയാണ്. അമ്മ ത്രേസ്യ പറയാണ്, ശ്രദ്ധിച്ചു കേൾക്ക്, ഇത്തിരി ഡ്രൈ ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾ ഈ ഡിറ്റാച്ച്മെന്റ്, ഈ പരിത്യാഗം എന്ന് പറയുമ്പോൾ അതിന്റെ പ്രായോഗിക തലങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, അമ്മ ത്രേസ്യ പറയാണ്, എനിക്ക് ദൈവത്തോട് എത്രമാത്രം കടപ്പാടുണ്ട് എന്നതും ഇതുവരെ ഞാൻ എന്ത് ദൈവത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നതും തട്ടിച്ചു നോക്കുക. അതായത് ദൈവത്തിന്റെ മുമ്പിൽ ശരിക്കും ഞാൻ ആരാണ്? എന്തെങ്കിലും ബഹുമാനത്തിന് അർഹനായിട്ടുള്ള വ്യക്തിയാണോ? അല്ല. എനിക്ക് ദൈവത്തോട് എത്രമാത്രം കടപ്പാടുണ്ട്, എത്ര കൊടുത്താൽ മതിയാകും? ഹല്ലേലൂയ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോ നമുക്ക് നമ്മളെ ആരും മൈൻഡാക്കിയില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. ശരി, ഇവിടെ ഒരു ശുശ്രൂഷ ചെയ്യാൻ വന്നപ്പോൾ അവിടെ ആരും ശ്രദ്ധിച്ചില്ല എന്നുള്ളൊരു പരാതി ഉണ്ടാകാം. പ്രിയപ്പെട്ടവരെ, എന്നെ ബഹുമാനിക്കുന്നില്ല, എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ കണക്കിലെടുക്കുന്നില്ല എന്നുള്ള പരാതി ഒഴിവാക്കണമെങ്കിൽ നീ ഇങ്ങനെ ചിന്തിച്ചാ മതി, എനിക്കെന്റെ ദൈവത്തോട് എത്രമാത്രം കടപ്പാടുണ്ട്. അത് കൂട്ടിയാ കൂടോ? എത്ര ചെയ്താലും തീരോ? ഇല്ല. ഇനി ഞാൻ ചെയ്ത പാപങ്ങൾക്ക് എനിക്ക് കിട്ടേണ്ട ശിക്ഷ എത്രമാത്രമാണെന്ന് കണക്കിലെടുത്താൽ നമ്മെ ബഹുമാനിക്കുന്നില്ല എന്നുള്ള ഡയലോഗ് നമ്മളിൽ നിന്ന് പുറത്തു വരുമോ? ഹല്ലേലൂയ,
അമ്മ ത്രേസ്യ പറയുകയാണ്, സിസ്റ്റേഴ്സിനോട് പറയുകയാണ്, നിങ്ങൾ എന്റെ അത്രയും പാപികളല്ലെങ്കിലും നരകത്തിൽ പോകാൻ യോഗ്യതയില്ലാത്തവരായി ഇവിടെ ആരെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞു മനസ്സിലായോ? എവിടെ പോകാനുള്ള യോഗ്യത? നമുക്കെല്ലാവർക്കും എവിടെ പോകാനുള്ള യോഗ്യതയാണുള്ളത്? എന്റെ പറഞ്ഞിട്ട് സ്വരം വരുന്നില്ലല്ലോ. നമ്മുടെ സ്വഭാവം അനുസരിച്ച് നമ്മൾ ഇന്ന് വരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ കണക്കെടുത്താൽ നമുക്ക് നരകത്തിൽ പോകാൻ എന്തുണ്ട്? അർഹതയുണ്ട്, അല്ലേ? നമ്മുടെ ആ അർഹതയിൽ നിന്ന്, നമ്മുടെ ആ യോഗ്യത ഇല്ലാതെയാക്കി നമ്മൾ അതിൽ നിന്ന് മോചനം പ്രാപിക്കുന്നത് എങ്ങനെയാണ്? ഈശോ മിശിഹായുടെ കരുണയാലാണ്. അപ്പോൾ ആ കരുണയോട് എനിക്ക് എത്രമാത്രം കടപ്പാടുണ്ട് എന്ന് ധ്യാനിച്ചാൽ, എൻ്റെ പാപങ്ങൾ മൂലം ഞാൻ എത്രമാത്രം ശിക്ഷ അർഹിക്കുന്നുണ്ട് എന്ന് കണക്കിലെടുത്താൽ മാത്രം മതി നേരത്തെ പറഞ്ഞ പ്രലോഭനത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ പറ്റും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെ നമ്മൾ പരിത്യാഗം ചെയ്ത് ജീവിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒന്ന്, നമുക്ക് പ്രൊമോഷൻ കിട്ടും. നമുക്ക് പ്രൊമോഷൻ കിട്ടും. ഉദാഹരണത്തിന് ദാനിയേലിന്റെ പുസ്തകം. അപ്പൊ അച്ഛൻ പറഞ്ഞു തുടങ്ങുന്നത് ബെനഫിറ്റ്സ് ഓഫ് സെൽഫ് ഡിനയൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മൾ പരിത്യാഗം ചെയ്യുമ്പോൾ നമുക്ക് പ്രൊമോഷൻ കിട്ടും. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 30-ാമത്തെ തിരുവചനം. ദാനിയേലിന്റെ പുസ്തകം 3-ാമത്തെ തിരുവചനം 30-ാമത്തെ തിരുവചനം. അതായത് 3 യുവാക്കന്മാർ, അവർ തങ്ങളുടെ തന്നെ ജീവനെ തന്നെ പരിത്യജിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ചാവാനും മടിയില്ല, ഞങ്ങളെ തീക്കുണ്ടത്തിലേക്ക് അങ്ങ് എടുത്തെറിഞ്ഞോ, ഞങ്ങൾ ഞങ്ങളുടെ ജീവനെ വിലയുള്ളതായി കണക്കാക്കുന്നില്ല, ഞങ്ങൾ ദൈവത്തെ നിഷേധിക്കാൻ തയ്യാറല്ല. അവർ തങ്ങനെ തന്നെ പരിത്യജിച്ചു. അവർ തീക്കുണ്ടത്തിലേക്ക് എറിയപ്പെട്ടു. അവിടെ അവർക്ക് പൊള്ളലേറ്റില്ല. ആ തീക്കുണ്ടത്തിൽ നിന്ന് അവർ പുറത്തേക്ക് എടുക്കപ്പെട്ടു. എന്നിട്ടുള്ള ഡയലോഗാണ്, രാജാവ് ഷദ്രാക്കിനെയും മെഷാക്കിനെയും അബദ്നെഗോയെയും ബാബിലോൺ പ്രവിശ്യയിൽ ഉന്നത സ്ഥാനങ്ങളിൽ നിയോഗിച്ചു. ഹല്ലേലൂയ. അപ്പോ ആ 3 ചെറുപ്പക്കാർ ഈ തീക്കുണ്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല കഥ. അതിനുശേഷം അവരെ ഈ രാജാവ് തന്നെ, തീക്കുണ്ടത്തിലേക്ക് എടുത്തെറിയാൻ പറഞ്ഞ രാജാവ് തന്നെ, ഈ 3 പേരെ ഉന്നത സ്ഥാനങ്ങളിൽ നിയോഗിച്ചു. അതിനെയാണ് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, പ്രൊമോഷൻ കിട്ടി എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോസഫിന് പൂർവ നിയമത്തിലെ, പുരാതന നിയമത്തിലെ, പഴയ നിയമത്തിലെ ജോസഫിന് പ്രൊമോഷൻ കിട്ടി. ജോസഫ് പൊത്തിഫറുടെ ഭാര്യയുടെ പ്രലോഭനത്തിൽ വീഴാൻ തയ്യാറേയില്ല. അവന്റെ ജഡിക മോഹങ്ങളിൽ നിന്ന് പരിത്യാഗം ചെയ്തു. അങ്ങനെ പരിത്യാഗം ചെയ്ത ജോസഫിന് എന്ത് കിട്ടി? ദൈവം, ഫറവോ അവനോട് പറയുകയാണ്, ദൈവം ഇക്കാര്യമെല്ലാം നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് കൊണ്ട്. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തിയുടെ പുസ്തകം 41-ാം അധ്യായം 39 മുതലുള്ള തിരുവചനങ്ങളാണ് ജോസഫിന് കിട്ടിയ പ്രൊമോഷനെ കുറിച്ച്. ജോസഫിനോട് ഫറവോ പറഞ്ഞു, നിന്നെ പോലെ ബുദ്ധിമാനായി വേറൊരാളില്ല, നീ എന്റെ വീടിന് മേലാളായിരിക്കും, എന്റെ ജനം മുഴുവൻ നിന്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കും, സിംഹാസനത്തിൽ മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും. ഫറവോ തുടർന്നു, ഇതാ ഈജിപ്ത് രാജ്യത്തിന് മുഴുവൻ അധിപനായി നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു. ഫറവോ തന്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരിയെടുത്ത് ജോസഫിനെ അണിയിച്ചു. അവനെ പട്ടുവസ്ത്രങ്ങൾ ധരിപ്പിച്ചു, കഴുത്തിൽ ഒരു സ്വർണമാല ഇടുകയും ചെയ്തു. അവൻ തന്റെ 2-ാം രഥത്തിൽ ജോസഫിനെ എഴുന്നള്ളിച്ചു. മുട്ടുമടക്കുവിനെന്ന് അവർ അവന് മുൻപേ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഫറവോ അവനെ ഈജിപ്തിന് മുഴുവൻ അധിപനാക്കി. ഫറവോ ജോസഫിനോട് പറഞ്ഞു, ഞാൻ ഫറവോ ആണ്, നിന്റെ സമ്മതം കൂടാതെ ഈജിപ്ത് ദേശത്തിലെങ്ങും ആരും കയ്യോ കാലോ ഉയർത്തുകയില്ല. ഹല്ലേലൂയ. ഇത്രമാത്രം ഒരു ഉയർച്ച ജോസഫിന് കിട്ടുന്നതിന് മുമ്പ് അവൻ ചെയ്ത കഥ എന്താണ്? അവൻ ചെയ്ത കാര്യം എന്താണ്? അവൻ ചെയ്തത്, അവന് വലിയൊരു പ്രലോഭനമുണ്ടായി.
അവൻ ആരുടെ വീട്ടിലാണോ, പൊത്തിഫറുടെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവന്റെ ഭാര്യ അവളോടുകൂടെ ശയിക്കുന്നതിന് അവളെ നിർബന്ധിക്കുകയും അവനെ പ്രലോഭിപ്പിക്കുകയും ചെയ്തു. ജോസഫ് പറഞ്ഞു, ഞാൻ ഇത്ര നീചമായി മ്ലേച്ഛമായി പ്രവർത്തിച്ച് എന്റെ ദൈവത്തിനെതിരെ പാപം ചെയ്യുകയില്ല. പ്രിയപ്പെട്ടവരെ, അവന് വേണമെങ്കിൽ തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാമായിരുന്നു. അവനും യുവസഹജമായ മോഹങ്ങൾ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. അവന്റെ ഹൃദയത്തിലും ജഡികാഭിലാഷങ്ങളുള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ ഈ ജഡികാഭിലാഷങ്ങളെ ആ വലിയ പ്രലോഭനത്തിന്റെ മുൻപിൽ വെച്ച്, ഈ പ്രലോഭനത്തിൽ ഉൾപ്പെട്ടു കഴിഞ്ഞാൽ അവനൊരുപക്ഷെ സമ്മാനങ്ങൾ ലഭിച്ചേക്കാമായിരുന്നു. പൊത്തിഫറുടെ ഭാര്യ അവന് വീണ്ടും സ്ഥാനക്കയറ്റം അവരുടെ വീട്ടിൽ കൊടുത്തേക്കാമായിരുന്നു. പല അഡ്വാൻറ്റേജുകളും ലഭിക്കുമായിരുന്നു. പക്ഷെ അതെല്ലാം ആ ആസക്തികളെ അവൻ പരിത്യജിച്ചപ്പോൾ, പാപം ചെയ്യില്ല എന്നവൻ തീരുമാനിച്ചപ്പോൾ, അവന്, പ്രിയപ്പെട്ടവരെ, രാജ്യത്തിൽ ഫറവോയോട് തുല്യമായൊരു സ്ഥാനത്തേക്ക് ദൈവം അവനെ ഉയർത്തി. അപ്പോൾ ആത്മപരിത്യാഗത്തിന്റെ ഫലമെന്ന് പറയുന്നത് നിനക്ക് പ്രൊമോഷൻ കിട്ടും, നിനക്ക് ഉയർച്ച കിട്ടും. രണ്ടുദാഹരണങ്ങൾ ഇപ്പോൾ മതി. രണ്ടാമതായിട്ട്, നിനക്ക് ലോകത്തിന്റെ ഫേവർ കിട്ടും. മറ്റുള്ളവർക്ക് നിന്നോട് മതിപ്പുളവാകും. നീ ആത്മപരിത്യാഗം ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ മറ്റുള്ളവർക്ക് നിന്നോട് മതിപ്പുളവാകാൻ, നിന്റെ ജ്ഞാനത്തെക്കുറിച്ച്, നിന്റെ അറിവിനെക്കുറിച്ച്, നിന്റെ കഴിവിനെക്കുറിച്ച് മറ്റുള്ളവർക്ക് മതിപ്പുളവാകാൻ ദൈവം ഇടവരുത്തും. ഹല്ലേലൂയ. അതിന്റെ ഒരു ഉദാഹരണം വീണ്ടും ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ തിരുവചനം. ദാനിയേലിന്റെ കൂട്ടുകാരായ നേരത്തെ പറഞ്ഞ ശദ്രാക്, മെഷാക്, അബദ്നെഗോ 4 പേരും തീരുമാനിച്ചു, രാജാവിന്റെ വിഭവ സമൃദ്ധമായ ഭക്ഷണം കൊണ്ടോ അവൻ കുടിച്ചിരുന്ന വീഞ്ഞുകൊണ്ടോ മലിനനാവുകയില്ല എന്ന് ദാനിയേൽ നിശ്ചയിച്ചു. ഡിറ്റാച്ച്മെന്റ് ആണ്. വീഞ്ഞ് കുടിക്കാൻ കിട്ടുന്നു, അത് വേണ്ട. രാജാവിന്റെ ഭക്ഷണമേശയിൽ വിളമ്പിയിരുന്ന പല ഭക്ഷണങ്ങളും യഹൂദരുടെ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഇവര് പറഞ്ഞു, ഞങ്ങൾക്കത് വേണ്ട. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഒരു മകൾ, 23 വയസ്സുള്ള ഒരു മകൾ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, എനിക്ക് ചില ദുശീലങ്ങളുണ്ട്. എന്താണ് മോളെ? ഞാൻ ഇടയ്ക്ക് മദ്യപിക്കും, പിന്നെ കുറച്ച് ഇടയ്ക്കൊക്കെ ഈ ലീവ്സ്, ഇലകള് പുകക്കും. ഇല പുകച്ചാൽ മനസ്സിലായില്ലേ? ലീവ്സ് പോക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചന് പെട്ടെന്ന് മനസ്സിലായില്ല. ഞാൻ കഞ്ചാവ് പോക്കും. പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ നിന്നുള്ളൊരു പെൺകുട്ടിയാണ്, ജില്ല കണ്ണൂര്, കുടുംബ വാർഡ് പറയുന്നില്ല. അപ്പോ കഞ്ചാവ് വലിക്കുകയും മദ്യപിക്കുകയും ചെയ്യും. ഇപ്പൊ ഞാൻ പക്ഷെ കുറെ നാളായിട്ട് മറ്റേത് വലിച്ചിട്ടില്ല, കഞ്ചാവ് വലിച്ചിട്ടില്ല. പിന്നെ ഇടക്കൊക്കെ കുടിക്കുന്നുണ്ട്, മദ്യപിക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത്, ഇതാ ഇവിടെ 4 യുവാക്കന്മാർ തീരുമാനിക്കുകയാണ്, ഞങ്ങൾക്ക് വീഞ്ഞു വേണ്ട, ഞങ്ങൾക്ക് രാജാവിന്റെ വിഭവ സമൃദ്ധമായ സദ്യയും വേണ്ട, ഞങ്ങൾ മലിനമാകാത്ത രീതിയിലുള്ള ഭക്ഷണം ഞങ്ങൾക്ക് തന്നാ മതി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അതിനാൽ മലിനനാകാതിരിക്കാൻ തന്നെ അനുവദിക്കണമെന്ന് അവർ നായകനോട് അഭ്യർത്ഥിച്ചു. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, ദാനിയേലിനോട് അവന് പ്രീതിയും അനുകമ്പയും തോന്നാൻ ദൈവം ഇടവരുത്തി. അത് മാത്രമല്ല, ഇവരുടെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞപ്പോ മറ്റുള്ളവരെക്കാൾ മികച്ചു നിൽക്കുന്നവരായി ഇവർ കാണപ്പെട്ടു. ഉറക്കെ വിളിക്കാം, ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഒരു വിരുന്നിന് ചെന്നപ്പോ നീ മദ്യപിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുള്ള ഒരു ദൈവ പൈതലാണ്. ഇനി എനിക്ക് ഈ മദ്യം വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുള്ള ഒരു ദൈവത്തിന്റെ കുഞ്ഞാണ്. എങ്കിലും അവർ നിർബന്ധിച്ചപ്പോ അവരെ സന്തോഷിപ്പിക്കാൻ നീ മദ്യം കഴിക്കുമോ? അവരുടെ ഫേവർ കിട്ടാൻ ഞാനിപ്പോ കുടിച്ചില്ലെങ്കിൽ അവരുടെ ഫേവർ എനിക്ക് കിട്ടില്ല.
നീ മനുഷ്യന്റെ ഫേവർ വേണ്ട എന്ന് വെക്കുമ്പോൾ ദൈവം നിനക്ക് ഫേവർ തരുമെന്ന് മാത്രമല്ല, മനുഷ്യർക്ക് നിന്നോട് പ്രീതി ഉണ്ടാകാൻ ദൈവം ഇടവരുത്തും. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. കൂട്ടുകാരന്റെ ഫേവർ കിട്ടാൻ, കൂട്ടുകാരിയുടെ ഫേവർ കിട്ടാൻ പല തിന്മകളും ചെയ്യുന്ന കൂട്ടുകാരിവിടെ ഉണ്ടെങ്കിൽ കേട്ടോ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വിദ്യാർത്ഥികൾ ഇവിടെ ഉള്ളത് കൊണ്ട് അച്ഛൻ പറയാണ്, നിങ്ങൾ പാപം ചെയ്ത് തിന്മ പ്രവർത്തിച്ച് തിന്മയിൽ പങ്കാളികളായി ഫേവർ കിട്ടാൻ വേണ്ടി നടന്നാൽ നിങ്ങൾക്കുള്ള ഫേവർ ഇല്ലാതെയാകും. ദൈവത്തിന്റെ പ്രീതി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ, മനുഷ്യരുടെ പ്രീതി നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതിന് അധികം കാലതാമസം വരികയില്ല. ഹല്ലേലൂയ. അച്ഛൻ ആവർത്തിക്കട്ടെ, ദൈവത്തിന് നിങ്ങളോടുള്ള പ്രീതി നഷ്ടപ്പെട്ടു എന്ന് കരുതുക. പിന്നെ അടുത്ത പടി എന്ന് പറയുന്നത് മനുഷ്യർക്ക് നിങ്ങളോടുള്ള പ്രീതി ഓട്ടോമാറ്റിക്കായിട്ട് നഷ്ടപ്പെടും. ഇനി ദൈവത്തിന് നിങ്ങളോട് പ്രീതി ഉണ്ടായി എന്ന് കരുതുക, മനുഷ്യർക്ക് നിങ്ങളോടുള്ള പ്രീതി അത് കാലത്തിനനുസരിച്ച് വെളിപ്പെട്ടുകൊള്ളും, നിങ്ങൾക്ക് ലഭിച്ചുകൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോസഫിന്റെ ഉദാഹരണം വീണ്ടും പറയട്ടെ. ജോസഫ് ജയിലിൽ കിടക്കുകയായിരുന്നു. കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. അവിടുന്ന് അവനോട് കാരുണ്യം കാണിച്ചു. അവന് കാരാഗ്രഹ സൂക്ഷിപ്പുകാരന്റെ പ്രീതി ലഭിക്കുവാൻ ഇടയാക്കുകയും ചെയ്തു. ജയിലിൽ പോയി കിടന്നപ്പോഴും തന്നോട് പ്രീതി കാണിക്കുന്ന ഒരാളെ ദൈവം ആ ജയിലിൽ കൊണ്ടുവന്ന് നിർത്തി. അപ്പോൾ നീ നിന്നെ തന്നെ പരിത്യജിച്ചാൽ നിനക്ക് ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതി കിട്ടുമെന്നുള്ളതാണ് രണ്ടാമതായി. മൂന്നാമതായി, നിനക്ക് ഡെലിവറൻസ് കിട്ടും. നമ്മളെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എനിക്ക് വിടുതൽ കിട്ടുമോ? വിടുതൽ കിട്ടാൻ എന്ത് വേണം? വിടുതൽ കിട്ടാൻ എന്ത് വേണം? തടസ്സം മാറാൻ എന്ത് വേണം? അല്ലേ, തടസ്സം മാറണ്ടേ? ഈ കെട്ടുകൾ അഴിയാൻ എന്ത് വേണം? ഈ കുരുക്കിൽ നിന്ന് മോചനം പ്രാപിക്കാൻ എന്ത് വേണം? പ്രിയപ്പെട്ടവരെ, ആർക്കാണ് ഡെലിവറൻസ് കിട്ടിയത്? അഗ്നികുണ്ഡത്തിൽ നിന്ന് ഡെലിവറൻസ് കിട്ടിയത് ആർക്കാണ്? അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെടാൻ തങ്ങളെ തന്നെ ദൈവത്തിന് വേണ്ടി, തങ്ങളുടെ ജീവൻ പോലും ദൈവത്തിന് വേണ്ടി പരിത്യജിച്ചവരെ അടുത്തത് എന്നാൽ ദഹിപ്പിക്കുന്ന അഗ്നി അകത്ത് വീണിട്ടും കത്തിച്ചില്ല എന്നുള്ളതാണ്. കൈയടിച്ചു കർത്താവിന് നന്ദി പറയാം. പറഞ്ഞു വരുന്നത് ഡാനിയേലിന്റെ പുസ്തകത്തിൽ നിന്ന് തന്നെയാണ്. ഈ 3 പേരെ അഗ്നികുണ്ഡത്തിലേക്ക് എടുത്തെറിഞ്ഞു. ഇവരെ എറിയാൻ ചെന്നവര് ദഹിച്ചു പോയി എന്നാണ് വചനത്തിൽ എഴുതിയിട്ടുള്ളത്. ഈ അകത്ത് കിടന്നപ്പോ, 3 പേര് അകത്ത് കിടന്നപ്പോ അവരുടെ കൂടെ നിൽക്കാൻ ദൈവം ഇറങ്ങി വന്നു. ദൈവദൂതൻ ഇറങ്ങി വന്നു. അവർക്ക് ചുറ്റും ജലഗണങ്ങൾ കൊണ്ടുള്ള ഒരു സ്പേസ് രൂപപ്പെട്ടു. നീ അഗ്നികുണ്ഡത്തിൽ കിടക്കുമ്പോഴും അവിടെ നിനക്കൊരു ഡെലിവറൻസ് ഉണ്ടാകുമെന്ന്. ഹല്ലേലൂയ. നീ ദുരിതാശ്വാസ ക്യാമ്പിലായിരിക്കുമ്പോഴും, നിന്റെ പ്രിയപ്പെട്ടവർ മരണമടഞ്ഞൊരു സാഹചര്യത്തിലായിരിക്കുമ്പോഴും നിന്റെ കൂടെ നിൽക്കാൻ, നീ ഒരു മരണക്കിടക്കയിലായിരിക്കുമ്പോഴും നിന്റെ കൂടെ നിൽക്കാൻ നിന്റെ ദൈവം ഇറങ്ങി വരും. നീ സ്വയം പരിത്യജിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ. ഹല്ലേലൂയ. നിന്റെ ജീവനെ തന്നെ നീ ദൈവത്തിലേക്ക് എറിഞ്ഞു കൊടുത്ത ഒരാളാണെങ്കിൽ, അമ്മ ത്രേസ്യ പറഞ്ഞു, ഈശോയെ പൂർണ്ണമായിട്ട് കിട്ടണമെങ്കിൽ നീ നിന്നെ തന്നെ പൂർണ്ണമായി ഈശോയ്ക്ക് കൊടുക്കണം. നമ്മൾ കൊടുക്കുന്നത് അനനിയ സഫീറയും സഫീറയുടെ ഭർത്താവായ എന്താണ് പേര്, അനനിയാസും കൊടുത്തതുപോലെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനനിയാസും സഫീറയും കൊടുത്തു. ശരിക്കും കൊടുത്തോ? പ്രിയപ്പെട്ടവരെ, പൂർണ്ണമായി പരിത്യജിക്കാതെ കൊടുത്തവർക്ക് എന്താണ് ഉണ്ടായത്? പ്രൊമോഷൻ അല്ല ഉണ്ടായത്, ഡെലിവറൻസ് അല്ല ഉണ്ടായത്. അവർക്കുണ്ടായത് എന്താണ്? മരണമാണുണ്ടായത്. അതുകൊണ്ടാണ് അമ്മ ത്രേസ്യ സിസ്റ്റേഴ്സിനോട്, മിണ്ടാമഠത്തിലെ സിസ്റ്റേഴ്സിനോട് പറഞ്ഞത്, നിങ്ങൾ പൂർണ്ണമായി ദൈവത്തെ പ്രസാദിപ്പിക്കാനല്ല ഇവിടെ വന്നതെങ്കിൽ ദയവ് ചെയ്ത് സ്റ്റാൻഡ് വിട്ടു. ഹല്ലേലൂയ. ഇനി അടുത്തതായിട്ട്
ഡെലിവറൻസിന്റെ മറ്റൊരു ഉദാഹരണമാണ്. ദാനിയേൽ എങ്ങനെയാണ് തന്നെ തന്നെ പരിത്യജിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചത് എന്ന് നമുക്കറിയാം. എന്നിട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അവന് ലഭിച്ചത് സിംഹക്കുഴിയാണ്. സിംഹക്കുഴിയിൽ എറിയപ്പെട്ട ദാനിയേൽ തന്റെ മുൻപിൽ ഞാൻ കുറ്റമറ്റവനാണെന്ന് കണ്ടതിനാൽ എന്റെ ദൈവം ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായടച്ചു. പ്രിയപ്പെട്ടവരെ, ദാനിയേൽ തന്റെ തന്നെ സംരക്ഷണം നോക്കാതെ ദൈവത്തിന്റെ നിയമം പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവനായി അവന്റെ തന്നെ ജീവനെ തൃണവൽക്കരിച്ചു. ഞാൻ ചാവണമെങ്കിൽ ചാവട്ടെ, എനിക്ക് നഷ്ടം ഉണ്ടാവണമെങ്കിൽ നഷ്ടം ഉണ്ടാവട്ടെ, ഞാൻ സിംഹക്കുഴിയിൽ എറിയപ്പെടുമെങ്കിൽ എറിയപ്പെട്ടുകൊള്ളട്ടെ എന്ന് പറഞ്ഞ് തന്റെ തന്നെ ജീവനെ അവൻ തൃണവൽക്കരിച്ചപ്പോൾ ദൈവം അവൻ എറിയപ്പെട്ട സിംഹക്കുഴിയിലേക്ക് ഇറങ്ങി വന്ന് ദൈവം ദൂതനെ അയച്ചിട്ട് ആ സിംഹങ്ങളുടെ വായ അടച്ചു കളഞ്ഞു. ഇതിനെയാണ് ഡെലിവറൻസ് എന്ന് പറയുന്നത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അതായത് സിംഹങ്ങളുടെ പിടിയിൽ അവൻ പെട്ടില്ല. സിംഹങ്ങളുടെ ഇടയിൽ കിടക്കുമ്പോഴും ഒരു സിംഹവും അവനെ ആക്രമിച്ചില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ വിളിക്കാം, ഈശോയേ. പ്രിയപ്പെട്ടവരെ, അടുത്തത്, നീ നിന്നെ തന്നെ ഉപേക്ഷിച്ചാൽ നിനക്ക് പ്രോസ്പെരിറ്റി ഉണ്ടാകും, ഐശ്വര്യമുണ്ടാകും, നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും. എങ്ങനെയാണത്? ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 2-ാമത്തെ തിരുവചനം. അവരുടെ മേൽ 3 തലവന്മാരെയും അവൻ നിയമിച്ചു. അവരിൽ ഒരുവൻ ദാനിയേലായിരുന്നു. രാജാവിന് നഷ്ടം സംഭവിക്കാതിരിക്കാൻ പ്രധാന ദേശാധിപന്മാർ ഇവരെ കണക്ക് ബോധിപ്പിക്കേണ്ടിയിരുന്നു. ഇങ്ങനെ മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെട്ടവൻ, പരിഹസിക്കപ്പെട്ടവൻ, പരിഹസിക്കപ്പെടുമ്പോഴും കർത്താവിനെ അള്ളിപ്പിടിച്ചുകൊണ്ട് ജീവിച്ചവൻ എല്ലാവരുടെയും മേൽ അധികാരിയായി നിയമിക്കപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെയാണ് പ്രിയപ്പെട്ടവരെ പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത്. അടുത്തതായി, നിനക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാവും, സംരക്ഷണം ഉണ്ടാവും. നല്ല ആളുകൾ പറയാറുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രൊട്ടക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ അവിടെ പോകുമ്പോൾ പ്രൊട്ടക്ഷൻ വേണം. നിനക്ക് സംരക്ഷണം തരുന്നത് ആരാണ്? ദൈവമാണ്. നീ എന്ത് ചെയ്യണം? നീ നിന്റെ തന്നെ പ്രൊട്ടക്ഷനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് പ്രൊട്ടക്ഷൻ ആര് തരും? നീ സുവിശേഷ വേലയ്ക്ക് വേണ്ടി നിന്നെ തന്നെ മറന്ന് നിന്റെ സമ്പത്ത് കൊടുത്ത്, നിന്റെ സമയം കൊടുത്ത്, നിന്റെ ആരോഗ്യം കൊടുത്ത് നീ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോ, നീ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ ഇറങ്ങുമ്പോ നീ ചിന്തിക്കരുത്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത എൻ്റെ വീട് ആകെ തകർന്ന് തരിപ്പണമാകും, എൻ്റെ ജീവിതം പോക്കായി തീരുമെന്ന് നീ കരുതരുത്. ഈശോ പറയുകയാണ്, മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. മർക്കോസ് 16 മുതൽ 18 വരെ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. പ്രൊട്ടക്ഷനാണ്. നീ കടന്നു പോകേണ്ടി വരുന്ന ജീവിത സാഹചര്യങ്ങൾ, പ്രിയപ്പെട്ടവരെ, മാരകമെന്ന് പറയുന്ന ജീവിത സാഹചര്യങ്ങളായിരിക്കാം. ഹല്ലേലൂയ. അത് നിന്നെ ഉപദ്രവിക്കുകയില്ല. അച്ഛൻ ഓർക്കുകയാണ്, അച്ഛൻ 7 വർഷം ഒറീസയിൽ താമസിച്ചിട്ടുണ്ട്. ഒറീസയിലെ ഏറ്റവും അധികം മലേറിയ വരുന്ന ഒരു സ്ഥലത്താണ്, കാടിനൊക്കെ അടുത്തുള്ള ഏറ്റവും കൂടുതൽ മലേറിയ രേഖപ്പെടുത്തുന്ന ഒരു സ്ഥലത്താണ് അച്ഛൻ കൂടുതൽ കാലം താമസിച്ചത്. അവിടെ താമസിച്ച കാലങ്ങളിൽ അച്ഛന് ഈ 7 വർഷത്തിൽ, പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ പോലും മലേറിയ വന്നില്ല എന്നുള്ളതാണ്. കൈയടിച്ച് കർത്താവിനെ നന്ദി. അപ്പോൾ വന്നവരെ കുറിച്ച് നമ്മൾ വിചാരിക്കരുത്, അപ്പോൾ മലേറിയ പിടിച്ചവർ കർത്താവിന്റെ സംരക്ഷണമില്ല എന്ന് അർത്ഥമില്ല. അച്ഛന് വന്നില്ല, അതൊരു സംരക്ഷണമായിരുന്നു എന്ന് മാത്രം അച്ഛൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അതിനു മുമ്പ് ഒരാഴ്ച, അതായത് ഒറീസയിൽ അച്ഛനായി പോകുന്നതിന് മുമ്പ് ഒരാഴ്ച ഒറീസയൊക്കെ ഒന്ന് പരിചയപ്പെടാം എന്ന് വിചാരിച്ച് സഭ ഒരാഴ്ച 10 ദിവസത്തേക്ക് വേണ്ടി പറഞ്ഞു വിട്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്ത് അച്ഛനാവുന്നതിന് മുമ്പ് ഞങ്ങൾ 10 ദിവസം ഒറീസയിൽ നിന്നതിന് പകരമായി 20 ദിവസം മലേറിയ ബാധിച്ച് ആശുപത്രി കിടന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പക്ഷേ അവിടെ പോയി ശുശ്രൂഷ ചെയ്തിരുന്ന 7 വർഷക്കാലം കർത്താവ് ഒരു ദിവസം പോലും നഷ്ടപ്പെടാൻ ഇടവരുത്തി. അപ്പോൾ കർത്താവിന്റെ സംരക്ഷണം അത് പലതരത്തിൽ. നീ കഴിക്കുന്ന ഭക്ഷണം, ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ കാണുകയാണ്. അപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അച്ഛനാവണതിന് മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്, പുറത്തുനിന്ന് വെള്ളം കുടിക്കരുത്. പുറത്തുനിന്ന് വെള്ളം കുടിച്ചാൽ മലേറിയ വരും. അപ്പോഴാണ് ഞങ്ങൾ കാണുന്നത് കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന മദർ തെരേസ സിസ്റ്റേഴ്സ്, അവരുടെ ബോട്ടിലൊക്കെ ആയിട്ട് ഓരോ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ വാട്ടർ പ്യൂരിഫയറിൽ നിന്നൊന്നുമല്ല, സാധാരണ ടാപ്പിൽ നിന്ന് വെള്ളം കളക്ട് ചെയ്ത് അത് കുടിച്ച് തിരിച്ചു വരികയാണ്. നമ്മൾ മിനറൽ വാട്ടർ മേടിച്ചു വെച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. മിനറൽ വാട്ടർ കുടിച്ച് പോയപ്പോഴും തിരിച്ചു വന്നപ്പോഴൊക്കെ മിനറൽ വാട്ടർ കുടിച്ചവര് 20 ദിവസം ആശുപത്രി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നീ നിന്നെ തന്നെ പരിത്യജിക്കുമ്പോൾ, നീ കർത്താവിൽ ആശ്രയിച്ച് നിന്റെ ജീവിതത്തെ നീ വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ, വചനം പറയുകയാണ്, നിനക്ക് പ്രമോഷൻ ഉണ്ടാകും, നിനക്ക് ഫേവർ ഉണ്ടാകും, നിനക്ക് ഡെലിവറൻസ് ഉണ്ടാകും, നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും, പ്രോസ്പെരിറ്റി ഉണ്ടാകും, നിനക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ലോകത്തോടുള്ള താല്പര്യങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തോടുള്ള താല്പര്യങ്ങളിൽ അഭിവൃദ്ധിപ്പെടുക എന്നതാണ് ഈ ആത്മപരിത്യാഗത്തിന്റെ മേഖല എന്ന് പറയുന്നത്. അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. പൗലോസ് പറഞ്ഞ ഒരു വചനം, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 8-ാമത്തെ തിരുവചനം, നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും. ഹല്ലേലൂയ. റോമ 6:8, നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കണ്ടതിനെയൊക്കെ ഈ ഡിറ്റാച്ച്മെന്റിന്റെ ചില മേഖലകളെ പറഞ്ഞവസാനിപ്പിക്കുകയാണ്. വസ്ത്രത്തോടുള്ള താല്പര്യം, ആഭരണങ്ങളോടുള്ള അമിതമായ താല്പര്യം, ഭക്ഷണത്തോടുള്ള അമിതമായ താല്പര്യം, കറങ്ങി നടക്കുക, കാഴ്ചകൾ കാണുക എന്നിവയോടുള്ള അമിതമായ താല്പര്യം, TV പ്രോഗ്രാമുകൾ, ക്രിക്കറ്റ്, സീരിയൽ ഇവയോടുള്ള അമിതമായ താല്പര്യം, വീഡിയോ ഗെയിമുകളോടുള്ള താല്പര്യങ്ങൾ, ഫ്രണ്ട്സ്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, അമിതമായ ഇൻവോൾവ്മെന്റ്, കണ്ണിന് നിയന്ത്രണമില്ല, നാവിന് നിയന്ത്രണമില്ലാത്ത അവസ്ഥകൾ, ലോകത്തിന്റെ മായാസ്തുതികളെ അന്വേഷിക്കുന്ന ജീവിത രീതികൾ, പൊങ്ങച്ചം പറയുന്ന ജീവിതം, പണത്തോടുള്ള താല്പര്യങ്ങൾ, പണം ശേഖരിച്ചു വയ്ക്കുന്നതിനുള്ള അമിതമായ ആസക്തികൾ, മക്കളോടുള്ള അമിതമായ അറ്റാച്ച്മെന്റ്, മാതാപിതാക്കളോടുള്ള ഓവർ അറ്റാച്ച്മെന്റ്, സ്വന്തം സഹോദരങ്ങളോടുള്ള അമിത താല്പര്യം, സ്വന്തം സുഖത്തോടുള്ള താല്പര്യങ്ങൾ, സ്വന്തം സുഖത്തോടുള്ള താല്പര്യം മൂലം കുടുംബജീവിതത്തിന്റെ വിശ്വസ്തത നഷ്ടപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ, ആദരിക്കപ്പെടണം, ബഹുമാനിക്കപ്പെടണം, എൻ്റെ അഭിപ്രായം അംഗീകരിക്കപ്പെടണം എന്നൊക്കെയുള്ള അഡിക്ഷൻസ്, എന്നെ ആരും വഴക്ക് പറയരുത്, എന്നെ ആരും ചോദിക്കരുത്, എന്നെ ആരും തിരുത്തരുത് എന്നൊക്കെ, എന്നെ ആരും ഒരു കറക്ഷനും ചെയ്യരുത് എന്നൊക്കെയുള്ള പൊങ്ങച്ചത്തിന്റെ ജീവിത രീതികൾ. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം മാറി, ഇതെല്ലാം പരിത്യജിച്ച് ഈശോയോട് സ്നേഹമുള്ളത് കൊണ്ട് ആ സുഖം എനിക്ക് വേണ്ട, ഈശോയോട് സ്നേഹമുള്ളത് കൊണ്ട് ആ പണം എനിക്ക് വേണ്ട, എനിക്ക് ഈശോയോട് സ്നേഹമുള്ളത് കൊണ്ട് ആ ജോലി എനിക്ക് വേണ്ട എന്ന് പറയാൻ കഴിയുന്ന വിധത്തിൽ ഒരു ഡിറ്റാച്ച്ഡ് ലൈഫ്. മദർ തെരേസയുടെ ജീവിതം, മദർ തെരേസയ്ക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, സുഖ സൗകര്യങ്ങളുള്ളൊരു കോൺവെന്റ് ഉണ്ടായിരുന്നു, സുരക്ഷിതത്വം ഉണ്ടായിരുന്നു, സ്കൂൾ ടീച്ചറായിരുന്നു, മാസം മാസം സാലറി ലഭിക്കുന്ന ജോലി ഉണ്ടായിരുന്നു. ഒന്നും അറിയണ്ട, കാലത്ത് എഴുന്നേൽക്കുക, പ്രാർത്ഥിക്കുക, ക്ലാസ് പ്രിപ്പയർ ചെയ്യുക,
സ്കൂളിൽ പോവുക, പഠിപ്പിക്കുക, തിരിച്ചു വരിക, വിശ്രമിക്കുക, കോൺവെന്റിലെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക, ഫിനിഷ്. സുരക്ഷിതത്വമുള്ള ഒരു ജീവിതത്തോട് അവൾ ഡിറ്റാച്ച് ചെയ്തത്, അത് വേണ്ട എന്ന് വെച്ചത് പ്രിയപ്പെട്ടവരെ ഈശോയോടുള്ള സ്നേഹം മൂലമാണ്. അങ്ങനെ അവൾ അത് വേണ്ട എന്ന് വെച്ചത് കൊണ്ടാണ് വെറുമൊരു കന്യാസ്ത്രീ മദർ തെരേസയായത്, വിശുദ്ധയായത്, ആത്മപരിത്യാഗമുണ്ടായത് കൊണ്ടാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടാണ് തിമോത്തിക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ തിരുവചനത്തിൽ, തിമോത്തിക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ തിരുവചനത്തിൽ പൗലോസ് പറഞ്ഞത്, നാം അവനോടുകൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ, മദർ തെരേസ ഈശോയ്ക്ക് വേണ്ടി മരിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഈശോയോടുകൂടെ ജീവിച്ചിരിക്കും. നമ്മൾ ഈശോയോടുകൂടെ മരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈശോയോടുകൂടെ ജീവിച്ചിരിക്കും. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. അതുകൊണ്ട് എൻ്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ, എൻ്റെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ, എൻ്റെ ആത്മാവിന്റെ ആഗ്രഹങ്ങളെ ഞാൻ വേണ്ട എന്ന് വയ്ക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ പറഞ്ഞു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, കരയുന്നവർ ഭാഗ്യവാന്മാർ. ഈ ലോകത്തോടുള്ള, ഈ ലോകത്തിന്റെ ഗുഡ് ഫീലിങ്സിനോടുള്ള അഡിക്ഷൻ ഇല്ലാത്തവർ ഭാഗ്യവാന്മാർ. ഈ ലോകത്തിന്റെ മെറ്റീരിയൽ പൊസഷൻസിനോട് അഡിക്ഷൻ ഇല്ലാത്തവർ ഭാഗ്യവാന്മാർ. ഈശോ പറഞ്ഞു, മനുഷ്യപുത്രനെ പ്രതി പീഡിപ്പിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. ഈ ലോകത്തിന്റെ അപ്രൂവലിനോട് അഡിക്ഷൻ ഇല്ലാത്തവർ ഭാഗ്യവാന്മാർ. ഈശോ പറഞ്ഞു, സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല, സ്വജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കുക സാധ്യമല്ല, സാധ്യമല്ല, സാധ്യമല്ല. അതായത് നിനക്ക് ആത്മപരിത്യാഗമില്ലെങ്കിൽ നിനക്കൊരു ക്രിസ്ത്യാനിയായിരിക്കുക സാധ്യമല്ല എന്ന്. ഇത് അതുകൊണ്ട് ആത്മപരിത്യാഗം എന്നത് വിശുദ്ധരായി തീരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉള്ള അവർക്ക് മാത്രമുള്ളൊരു കാര്യം. നീ ഒരു ക്രിസ്ത്യാനിയായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈശോ പറയുകയാണ്, സ്വജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ ശിഷ്യനായിരിക്കുക സാധ്യമല്ല. സ്വന്തം കുരിശ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുക സാധിക്കുകയില്ല. ഇറ്റ് ഈസ് ഇംപോസിബിൾ. അത് പറ്റില്ല. യു കനോട്ട് ബിക്കം എ ക്രിസ്ത്യൻ, യു കനോട്ട് ബിക്കം എ ഡിസൈപ്പിൾ ഇഫ് യു ആർ നോട്ട് ഡിറ്റാച്ച്ഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അതുകൊണ്ട് ആത്മപരിത്യാഗം എന്ന പുണ്യം നമ്മൾ വീട് പണിയുമ്പോൾ ഉണ്ടാകേണ്ട ഒരു കാര്യമുണ്ടല്ലോ. എന്താണത്? വീട് പണിയാൻ ആവശ്യമുള്ളൊരു സാധനം എന്താണ്? കാശ്. വീട് പണിയുന്നവർ ആദ്യം നോക്കുന്നത് എന്താണ്? കാശുണ്ടോന്നല്ലേ? അപ്പോൾ ശിഷ്യരായിരിക്കുന്നവർ ആദ്യം നോക്കേണ്ടത് എന്താണ്? എനിക്ക് യേശുവിനെ പ്രതി ഉപേക്ഷിക്കാൻ സാധിക്കുമോ എന്നതാണ്. ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ എന്നെ തന്നെ വെറുക്കുക. ലവ്ലെസ്. ലവ്ലെസ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്നേഹിക്കുക. ഹല്ലേലൂയ. ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ട വക, അതായത് ശിഷ്യത്വം എന്ന് പറയുന്ന ഗോപുരം, ശിഷ്യത്വം എന്ന് പറയുന്ന ഒരു ഭവനം. നീ ഈശോയുടെ ഒരു ശിഷ്യനായിരിക്കാൻ, ഒരു ക്രിസ്ത്യാനിയായിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ഈ ഗോപുരം പണിയാൻ വേണ്ട വക എന്ന് പറയുന്നത് ആത്മപരിത്യാഗം എന്ന പുണ്യമാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. അപ്പോൾ കയ്യിൽ കാശില്ലാതെ വീട് പണിയാൻ പോകുന്നവരെ നമ്മൾ എന്ത് വിളിക്കും? നിങ്ങൾ വിളിച്ചാൽ മതി.
അപ്പോൾ ആത്മപരിത്യാഗമില്ലാതെ എന്നെ തന്നെ ഉപേക്ഷിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. ഞാനൊന്ന് ഈശോയുടെ ബന്ധിതനായി ഈശോയുടെ അടുത്ത് പോയി ഒന്ന് കെട്ടിയിടാൻ പോവാണ്, ഒന്ന് തൊട്ടുമുത്താൻ പോവാണ്, ഒന്ന് മുട്ടയിൽ വലിയാൻ പോവാണ്. എന്നെ തന്നെ ഉപേക്ഷിക്കാന്ന് പറയുന്നൊന്നും എന്നോട് പറയരുത്. ഞാൻ ഇത്രയൊക്കെ അതൊന്നും പറ്റുന്നില്ല. തൊട്ടുമുത്താം, നേർച്ചയിടാം, തിരി കത്തിക്കാം എന്നൊക്കെ വിചാരിച്ച് ഈശോയുടെ അടുത്ത് വരുന്നവരെ നമ്മൾ എന്ത് വിളിക്കണം? ഇപ്പൊ വരൂല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് അച്ഛന്റെ വ്യാഖ്യാനമൊന്നുമല്ല, ഈശോ നേരെ പറഞ്ഞത് എടുത്ത് പറയുന്നു എന്നുള്ളൂ. ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 26 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങൾ. ലൂക്ക 14, 26 മുതൽ 33 വരെ. യുദ്ധം ചെയ്യാൻ സൈന്യവും ഇല്ല, പടയാളികളുമില്ല, ആയുധങ്ങളുമില്ല. ഒരാൾ യുദ്ധത്തിന് പോവുകയാണ്. നമ്മൾ അയാളെ എന്ത് വിളിക്കും? അയാളൊന്നും വിളിക്കാനില്ല. അയാളുടെ കയ്യിൽ തോക്കില്ല, അയാളുടെ കയ്യിൽ ഒരു വടിയുള്ളു, വാരിക്കുന്തമുണ്ട്. അപ്പുറത്ത് വലിയ ആയുധങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ വന്നപ്പോ, മിസൈലൊക്കെ ആയിട്ട് വന്നപ്പോ ഇവിടുന്ന് വാരിക്കുന്തമായിട്ട് പോവാണെന്ന് വിചാരിക്കും. എന്ത് വിളിക്കും? എന്ത് വിളിക്കും? ഇനി നമ്മൾ നമ്മളെ തന്നെ പരിത്യജിക്കാതെ ഈശോയുടെ ശിഷ്യരായി തീരാൻ ആഗ്രഹിച്ചു വന്നാൽ നമ്മൾ എങ്ങനെ വിളിക്കപ്പെടും? വാരിക്കുന്തവുമായി മിസൈലിനെതിരെ പോയ ആളെ നിങ്ങൾ എന്ത് വിളിച്ചുവോ അത് തന്നെ വിളിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ഈശോ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് 33. ഇതുപോലെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എന്റെ ശിഷ്യനാവുക. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ്, തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിലാർക്കും എന്റെ ശിഷ്യനാവുക സാധ്യമല്ല. ഇരുകരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ്, തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിലാർക്കും എന്റെ ശിഷ്യനാവുക സാധ്യമല്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നേർച്ചക്കഞ്ഞിക്ക് അരി വെച്ചുവിട്ടുണ്ട് എന്ന് വിചാരിച്ച് ആരും വലിപ്പം ഭാവിക്കണ്ട. തിരുനാളിന് പ്രസേന്തിയാവാൻ വേണ്ടി പൈസ കൊടുത്തിട്ടുണ്ട്, എഴുതിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ച് ആരും ഗമ കാണിക്കണ്ട. അതിനുള്ള സൗകര്യം ഉണ്ടോ? ഹല്ലേലൂയ. ഇന്നു മുതൽ അതിനുള്ള സൗകര്യം ഉണ്ടാവും. എന്തിന്? തിരുനാളിന് പ്രസേന്തിമാരാകാനുള്ള സൗകര്യം ഉണ്ടാവും. ഇനി പറഞ്ഞില്ലെന്ന് പറഞ്ഞു. ഇനി ഊട്ടുനേർച്ചയ്ക്ക് നിങ്ങൾ സംഭാവന കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിച്ച് ആരും വലിപ്പം ഭാവിക്കണ്ട. അത് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ക്രെഡിറ്റും ഇല്ല. ഹല്ലേലൂയ. നിങ്ങൾ തിരുനാളിന് പ്രസേന്തിയാവാൻ പേര് കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് വലിയ ക്രെഡിറ്റ് ഉണ്ട്, ഒന്നുമില്ല എന്നല്ല, ഉണ്ട് എന്ന് വിചാരിച്ച് ഈശോ പറയുകയാണ്, നിങ്ങൾക്കുള്ളതെല്ലാം നീ നിന്നെ തന്നെ പരിത്യജിക്കാതെ, തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എന്റെ ശിഷ്യനാവുക. എന്തൊക്കെയാണ് ഉപേക്ഷിക്കേണ്ടതെന്ന് ഒറ്റ വാക്കിലൊന്നും പറയാൻ പറ്റില്ല. ഈ ആഴ്ചകളിൽ മുഴുവൻ 2-3 മാസങ്ങളായിട്ട് നമ്മൾ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതുകൊണ്ടാണ് ഈ ടോപ്പിക്ക് തുടങ്ങിയപ്പോൾ അച്ഛൻ നിങ്ങളോട് പറഞ്ഞത് കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങളല്ല പറയാം. പക്ഷെ അടുത്ത ആഴ്ച മുതൽ കേൾക്കാൻ സുഖമുള്ള കാര്യം ഇത് അച്ഛൻ അവസാനിപ്പിച്ചു, മടക്കി. അടുത്ത ആഴ്ച മുതൽ നമ്മൾ അമ്മ ത്രേസ്യയുടെ ഈശോയാകുന്ന മണവാളനുമായി ഐക്യപ്പെടുന്നതിനുള്ള വഴികൾ, അമ്മ ത്രേസ്യ പഠിപ്പിക്കുന്ന വഴികൾ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ഒരു 50 പേരെ വെച്ച് ധൈര്യമായിട്ട് കൂട്ടിക്കൊണ്ടുവന്നോ. അവർക്ക് കേൾക്കാൻ സന്തോഷമുള്ള കാര്യങ്ങളായിരിക്കും പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ.